Good morning. Okay. രണ്ട് ദിവസം ഒഴിവായിരുന്നല്ലേ, സാറ്റർഡേ സൺഡേ ഒക്കെ. എല്ലാവരും ഒക്കെ വായിച്ചു നോക്കിയായിരുന്നോ? നിങ്ങളിങ്ങനെ ഒഴിവ് കിട്ടുമ്പോഴും സാറ്റർഡേ ഒക്കെ ഇരുന്നിട്ട് സൺഡേ ഒക്കെ ആണെങ്കിലും അത്രയും ആ ഒരാഴ്ച എടുത്തതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്ത് നോക്കാം കേട്ടോ. 2 ദിവസം ക്ലാസ് ഇല്ലല്ലോ. അപ്പൊ ഓക്കെ, നമ്മളപ്പോ മോർച്ചറി സർവീസ് ആണ് നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ ഒന്ന് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തായിരുന്നു അല്ലെ, മോർച്ചറി. നമ്മൾ പറഞ്ഞു ഇപ്പൊ ഇന്നത്തെ ഫസ്റ്റ് ഇൻട്രൊഡക്ഷനാ പറഞ്ഞേ. മോർച്ചറി എന്ന് പറഞ്ഞ എന്താ? നമ്മള് ഡെഡ് ബോഡീസ് ഒക്കെ നമ്മള് സൂക്ഷിച്ചു വെക്കുന്ന ഒരു സ്ഥലം, അതാണ് മോർച്ചറി എന്ന് പറയുന്നത്. ഇപ്പൊ മിക്ക ഹോസ്പിറ്റലുകളിലാണെങ്കിലും ഹോസ്പിറ്റലിന്റെ പ്രിസർവ് ചെയ്ത് വെക്കുന്ന സ്ഥലം. ഓക്കെ, അപ്പൊ ഹോസ്പിറ്റലിലാണെങ്കിലും തന്നെ അതിന്റെ ഒരു ഭാഗമായിട്ട് തന്നെ മോർച്ചറിയും കൂടി ഉണ്ട്. എല്ലാ ഹോസ്പിറ്റലിലും ഉണ്ടാവണമെന്നില്ല എങ്കിലും മിക്ക ഹോസ്പിറ്റലുകളിലും എന്തുണ്ട്? മോർച്ചറി ഉണ്ട്. ഓക്കെ, മോർച്ചറിക്ക് പറയുന്ന മറ്റൊരു പേരുകളാണ് ഡെഡ് ഹൗസ് എന്ന്, അല്ലെങ്കിൽ ഡെഡ് റൂം എന്നും പറയും. ഓക്കെ, ഡെഡ് ഹൗസ് ഓർ ഡെഡ് റൂം. അതിനകത്ത് ഇൻട്രൊഡക്ഷൻ ആയിരുന്നു നമ്മൾ പറഞ്ഞത് അല്ലെ. മോർച്ചറി എന്ന് പറഞ്ഞ എന്താ? ഈസ് ആൻ ഇൻഡിവിജ്വൽ പാർട്ട് ഓഫ് എവറി ഹോസ്പിറ്റൽ. അല്ലെ, എല്ലാ ഹോസ്പിറ്റലിന്റെയും ഒരു അനിവാര്യമായിട്ടുള്ള ഭാഗമാണ് മോർച്ചറി എന്ന് പറഞ്ഞത്. അതായത് നെസസറി, ഇൻഡിവിജ്വൽ, ഇന്റഗ്രൽ, ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് മോർച്ചറി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അത്യാവശ്യമായിട്ടുള്ളതാണ്, നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഭാഗമാണ് മോർച്ചറി എന്ന് പറയുന്നത്. എന്താ? ആസ് ഇറ്റ് ഹാൻഡിൽ ദ പ്രിസർവേഷൻ ഓഫ് ഡെഡ് ബോഡി. അവിടെ എന്താ? ഡെഡ് ബോഡീസ് പ്രിസർവ് ചെയ്ത് വെക്കുക ചെയ്യുന്നത്. ഇപ്പൊ ഒരാള് ആ ട്രീറ്റ്മെന്റിൽ ഇരിക്കുമ്പോ പേഷ്യന്റ് മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരുടെ റൂമിലോ അല്ലെങ്കിൽ വാർഡിലോ കിടത്താൻ പറ്റില്ല അല്ലെ. അപ്പൊ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യണം? ആ ബോഡീസ് മാറ്റണം അല്ലെ. അവരെ ആ ബോഡി പ്രിസർവ് ചെയ്ത് വെക്കാനുള്ള ആ ഒരു റൂം, അതാണ് മോർച്ചറി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഒരു ചെറിയ ബിൽഡിംഗ് ആവാം, അല്ലെങ്കിൽ ഒരു റൂം ആവാം. ഓക്കെ, preservation of dead bodies so that the forensic clinician and the pathologist may investigate the cause of death and make scientific investigation. ഇപ്പൊ നമ്മള് കേസുകളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഫോറൻസിക് ക്ലിനിഷ്യൻസ്, ഫോറൻസിക് വിദഗ്ധർക്ക് ഇപ്പൊ എങ്ങനെയാണ് ശരിക്കും മരിച്ചത്, അതിന്റെ മരണ കാരണം എന്താണെന്ന് കണ്ടെത്താനും, പിന്നെ അതുപോലെ പത്തോളജിസ്റ്റിന് ഇപ്പൊ എന്ത് രോഗം, അവർക്ക് രോഗമാണ്, എന്തൊരു രോഗം മൂലമാണ് മരിച്ചത് എന്താണെന്ന് ആ രോഗം കറക്റ്റ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ സയന്റിഫിക് ഇൻവെസ്റ്റിഗേഷൻ, ശാസ്ത്രീയമായ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ഈ ഫോറൻസിക് ക്ലിനിഷ്യനും പത്തോളജിസ്റ്റിനും ഒക്കെ എന്താ അവർക്ക് ഈ ബോഡിയൊക്കെ ഒന്ന് നോക്കാനും ഒക്കെ ആയിട്ട് നമ്മൾ പ്രിസർവ് ചെയ്ത് വെക്കുന്ന ഹോസ്പിറ്റലിലെ ഒരു അനിവാര്യമായിട്ടുള്ള ഭാഗമാണ് മോർച്ചറി എന്ന് പറയുന്നത്. ഓക്കെ, മോർച്ചറി ഈസ് as in hospital is used for the storage of dead bodies waiting for identification. ഇപ്പൊ നമ്മൾ ഐഡന്റിഫിക്കേഷന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന ബോഡീസ് അത് സ്റ്റോർ ചെയ്യാനായിട്ട്. ഇപ്പൊ നമ്മൾ പറയുന്നുണ്ടോ, പെട്ടെന്ന് ഒരു ആക്സിഡന്റ് സംഭവിച്ചു, ആരാ മരിച്ചതെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല, അപ്പൊ അവരുടെ ബോഡി നേരെ ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. എന്നിട്ട് പിന്നെ നമ്മൾ അഡ്വർടൈസ്മെന്റ് ഒക്കെ കൊടുക്കുക ചെയ്യുന്നത്, ഇങ്ങനെ മരിച്ചു അതിന്റെ അവർക്കടായിന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്ന ഹോസ്പിറ്റലിലെ മോർച്ചറിയിൽ ഉണ്ട്, കോണ്ടാക്ട് ചെയ്യാന്നൊക്കെ പറഞ്ഞ് കൊടുക്കാം അല്ലെ. അപ്പൊ അവരുടെ ഐഡന്റിഫിക്കേഷൻ ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന ബോഡികള് ഓർ റിമൂവൽ ഫോർ ഓട്ടോപ്സി. ഓട്ടോപ്സി ചെയ്യാനായിട്ട്, ഓട്ടോപ്സി എന്ന് പറഞ്ഞാൽ പോസ്റ്റ്മോർട്ടം, പോസ്റ്റ്മോർട്ടം ചെയ്യാനായിട്ട് എന്താ മാറ്റപ്പെടേണ്ട ബോഡികള്, പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്ന ബോഡികള് ഓർ ബെറിയൽ. അതിനകത്ത് നിങ്ങൾ അവിടെ ഒന്ന് അങ്ങനെ ആക്കിക്കോട്ടെ, അല്ലെങ്കിൽ അതിന്റെ മീനിങ് കറക്റ്റ് വരില്ല. ഓർ റിമൂവൽ ഫോർ ഓട്ടോപ്സി അങ്ങനെ ആക്കിക്കോ. ഓർ റിമൂവൽ ഫോർ ഓട്ടോപ്സി.
ഓട്ടോപ്സിക്ക് വേണ്ടി റിമൂവ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന ബോഡീസ്. ബെറിയൽ എന്ന് പറഞ്ഞാൽ അടക്കം ചെയ്യാനായിട്ട് സൂക്ഷിക്കുന്ന ബോഡി. ക്രിമേഷൻ എന്ന് പറഞ്ഞാൽ ശവസംസ്കാരം ആണ് ഉദ്ദേശിക്കുന്നത്. ശവസംസ്കാരത്തിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന ബോഡി. ഓർ സം അതർ പോസ്റ്റ് ഡെത്ത് റിച്വൽസ് അല്ലെങ്കിൽ മരണാനന്തര ചടങ്ങുകള് കാത്തിരിക്കുന്ന മൃതദേഹങ്ങളൊക്കെ സൂക്ഷിക്കുന്ന ആ ഒരു സ്റ്റോറേജ്, അതിന് വേണ്ടിയിട്ട് ഡെഡ് ബോഡി സ്റ്റോർ ചെയ്ത് വെക്കുന്നതിനാണ് ഈ മോർച്ചറി അല്ലെങ്കിൽ മോർഗ് ഹോസ്പിറ്റലില് ഉപയോഗിക്കുന്നത്. അത് മോർച്ചറിയുടെ യൂസ് ആണ് പറഞ്ഞേക്കുന്നത് കേട്ടോ. ഈസ് യൂസ്ഡ് ഫോർ സ്റ്റോറേജ് ഓഫ് ഡെഡ് ബോഡി, വെയിറ്റിംഗ് ഫോർ ഐഡന്റിഫിക്കേഷൻ. ഐഡന്റിഫിക്കേഷന് വെയിറ്റ് ചെയ്തിരിക്കുന്ന ബോഡീസ്. ഓർ റിമൂവൽ ഫോർ ഓട്ടോപ്സി, ഓട്ടോപ്സിക്ക് വേണ്ടി മാറ്റപ്പെടേണ്ട ബോഡികള്. ബെറിയൽ അടക്കം ചെയ്യാനുള്ള ബോഡി. ഓർ ക്രിമേഷൻ അല്ലെങ്കിൽ സംസ്കാരത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ബോഡികള് അല്ലെങ്കിൽ മരണാനന്തര ചടങ്ങ് കാത്തിരിക്കുന്ന മൃതദേഹങ്ങളൊക്കെ സൂക്ഷിക്കുന്ന ആ സ്റ്റോർ ചെയ്തിരിക്കുന്ന പ്ലേസ്, അതാണ് മോർച്ചറി അല്ലെങ്കിൽ മോർഗ് എന്ന് പറയുന്നത്. മോർച്ചറിയുടെ മറ്റൊരു വേർഡാണ് കേട്ടോ മോർഗ് എന്ന് പറയുന്നത്. ഒന്ന് നോട്ട് ചെയ്തിട്ടേ, മോർഗ്, MORGUE. ഇനി നോക്കിയേ, the term morgue or mortuary is derived from the French word. അപ്പൊ മോർഗ്, അപ്പൊ മോർഗ് എന്ന് പറയുന്നത് ഒരു ഫ്രഞ്ച് വേർഡാണ്. മോർഗ് ഓർ മോർച്ചറി, മോർച്ചറിക്ക് പറയുന്ന മറ്റൊരു പേരാണ് മോർഗ് എന്ന് പറയുന്നത്. ഈ മോർഗ് ഏത് വേർഡാ? ഫ്രഞ്ച് വേർഡാണ്. ആൻഡ് വിച്ച് മീൻസ് to look at solemnly to define. അതായത് to look at solemnly to define. solemnly എന്ന് പറഞ്ഞാൽ ഗൗരവത്തോടു കൂടി, ഗൗരവത്തോടു കൂടി നോക്കുക, അതാണ് മീനിങ്. അതായത് നമ്മൾ എന്താ പറയുക, ടു ഹോൾഡ് സീരിയസ്ലി, അങ്ങനെ എഴുതിക്കോളെ. ടു ഹോൾഡ് സീരിയസ്ലി, സീരിയസ് ആയിട്ട് സൂക്ഷിച്ചു വെക്കാം. ബോഡിക്ക് അതിൻ്റെതായ പ്രാധാന്യം കൊടുക്കണം അല്ലെ. അങ്ങനെ എന്താ പറയാ, ഒരു ഗൗരവത്തോടു കൂടി സൂക്ഷിച്ചു വെക്കുക, അല്ലെങ്കിൽ ടു ഹോൾഡ് സീരിയസ്ലി, അതാണ് മീനിങ് കേട്ടോ. മോർഗ് എന്ന് പറഞ്ഞ ഫ്രഞ്ച് വേർഡ്, അതിന്റെ മീനിങ് ആണ് ടു ഹോൾഡ് സീരിയസ്ലി, ടു ലുക്ക് അറ്റ് സോളിമൻലി, ടു ഡിഫൈൻ, അല്ലെങ്കിൽ ഇങ്ങനെയും പറയാം മീനിങ്. ടു ഹോൾഡ് സീരിയസ്ലി, സീരിയസ് ആയിട്ട് തന്നെ നമ്മൾ സൂക്ഷിച്ചു വെക്കാനായിട്ട്, സീരിയസ് ആയിട്ട് സൂക്ഷിച്ചു വെക്കുക എന്നുള്ള മീനിങ് ആണ് മോർഗ് എന്ന് പറഞ്ഞ ഫ്രഞ്ച് വേർഡിന്റെ മീൻ ചെയ്യുന്നത് കേട്ടോ. മോർഗ്. മോർഗ് ഈസ് മോസ്റ്റ്ലി യൂസ്ഡ് ഇൻ നോർത്ത് അമേരിക്കൻ ഇംഗ്ലീഷ്. നോർത്ത് അമേരിക്കൻ ഇംഗ്ലീഷിലാണ് മോർഗ് എന്ന് പറയുന്നത് ഉപയോഗിക്കുന്നത്. മോർഗ് ഈസ് മോസ്റ്റ്ലി യൂസ്ഡ് ഇൻ നോർത്തേൺ അമേരിക്കൻ ഇംഗ്ലീഷ്. നോർത്തേൺ അമേരിക്കൻ ഇംഗ്ലീഷിലാണ് മോർഗ് എന്ന് പറഞ്ഞ ഉപയോഗിക്കുന്നത്. നമ്മൾ ഇവിടെ മോർഗ് എന്ന് ഉപയോഗിക്കാറില്ല. നമ്മൾ എന്താ ഉപയോഗിക്കുന്നത്? മോർച്ചറി ഈസ് മോർ കോമൺ ഇൻ ബ്രിട്ടീഷ് ഇംഗ്ലീഷ്. ബ്രിട്ടീഷ് ഇംഗ്ലീഷിലാണ് മോർച്ചറി എന്ന ആ ഒരു വേർഡ് ഉപയോഗിക്കുന്നത്. നോർത്തേൺ അമേരിക്കൻ ഇംഗ്ലീഷില് മോർഗ് എന്ന് ഉപയോഗിക്കുന്നത് നമ്മൾ ഫോളോ ചെയ്യുന്നത് ഏതാ? ബ്രിട്ടീഷ് ഇംഗ്ലീഷ് അല്ലേ നമ്മൾ ഫോളോ ചെയ്യുന്നത്. അപ്പൊ നമ്മള് ഉപയോഗിക്കുന്ന വേർഡ് മോർച്ചറി എന്നാണ്. ഓക്കെ, അപ്പൊ അതിനകത്ത് അതൊക്കെ ഒന്ന് അണ്ടർലൈൻ ചെയ്തിടുക കേട്ടോ. മോർച്ചറി എന്ന് പറഞ്ഞ വേർഡ് ഡിറൈവ് ചെയ്തേക്കുന്നത് ഫ്രഞ്ച് വേർഡ് മോർഗ് ആണ്. മോർഗ് എന്നുള്ളതിന്റെ മീനിങ് എന്താ? ടു ലുക്ക് അറ്റ് സോളിമൻലി, ടു ഡിഫൈൻ, അല്ലെങ്കിൽ എന്ത് പറയാം, ടു ഹോൾഡ് സീരിയസ്ലി. ഒരു നിങ്ങളുടെ കഴിഞ്ഞ ബാച്ചിലെ അല്ല, അതിന് മുന്നത്തെ ബാച്ചില് ഒരു ക്വസ്റ്റ്യൻ, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചപ്പോ ഇതിന്റെ മീനിങ് ഇങ്ങനെയാ കൊടുത്തത് കേട്ടോ. അതാ ഞാൻ പറഞ്ഞ, അതും കൂടി ഒന്ന് എഴുതി വെച്ചോളാം. ടു ഹോൾഡ് സീരിയസ്ലി, ടു ഹോൾഡ് സീരിയസ്ലി, SERIOUSLY, സീരിയസ് ആയിട്ട് ഹോൾഡ് ചെയ്യുക, സൂക്ഷിച്ചു വെക്കുക. ഓക്കെ, സോളിമൻലി എന്ന് പറഞ്ഞാൽ ഗൗരവത്തോടു കൂടി, അതിൻ്റെതായ ഇമ്പോർട്ടൻസ് കൊടുത്ത് ഡെഡ് ബോഡീസ് കീപ്പ് ചെയ്യുക, അതാണ് മോർഗ്. മോർഗ് എന്ന് പറഞ്ഞ മീനിങ്. മോർഗ് ഈസ് മോസ്റ്റ്ലി യൂസ്ഡ് ഇൻ നോർത്ത് അമേരിക്കൻ ഇംഗ്ലീഷിലാണ് മോർഗ് എന്ന് പറഞ്ഞ വേർഡ് യൂസ് ചെയ്യുന്നത്. നമ്മൾ പക്ഷെ മോർഗ് എന്ന് ഉപയോഗിക്കാറില്ല. നമ്മൾ ഫോളോ ചെയ്യുന്നത് ബ്രിട്ടീഷ് ഇംഗ്ലീഷ് ആണ്. ബ്രിട്ടീഷ് ഇംഗ്ലീഷിൽ എന്താ പറയുന്നത്? മോർച്ചറി എന്നാണ് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇൻട്രൊഡക്ഷൻ ക്ലിയർ അല്ലേ എല്ലാവർക്കും? ഇനി അടുത്തത് ഈ നീഡ് ഫോർ മോർച്ചറി. മോർച്ചറിയുടെ ആവശ്യം എന്താണ്? എന്തിനാണ് മോർച്ചറി? എന്തിനാ മോർച്ചറി? കുറച്ച് നമ്മൾ പറഞ്ഞല്ലോ.
എന്തിനൊക്കെയാണ് മോർച്ചറി? എന്തിനാ മോർച്ചറി എന്ന് പറയുന്നത്? മോർച്ചറിയുടെ ആവശ്യം എന്താ? ഒരു ഹോസ്പിറ്റലില് മോർച്ചറിയുടെ ആവശ്യം എന്താ? ഡെഡ് ബോഡീസ് വെക്കാൻ. ഓക്കെ, നമ്മൾ പറഞ്ഞതാണ്. ബോഡീസ് സൂക്ഷിച്ചു വെക്കുക അല്ലെ. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവിടെ കിടത്താൻ പറ്റില്ല. റൂമിലാണെങ്കിലും അല്ലെങ്കിൽ വാർഡിലൊക്കെ ആണെങ്കിലും ട്രീറ്റ്മെന്റിൽ ഇരിക്കുമ്പോൾ മരിച്ചു കഴിഞ്ഞാൽ ICUലൊക്കെ ആണെങ്കിലും കിടന്നൊക്കെ മരിച്ചു കഴിഞ്ഞാല് പെട്ടെന്ന് തന്നെ ബോഡി മാറ്റണം അല്ലെ. അപ്പൊ ബോഡി സൂക്ഷിച്ചു വെക്കാനായിട്ടാണ്. പെട്ടെന്ന് തന്നെ മരിച്ചു കഴിഞ്ഞാല് അപ്പൊ തന്നെ നമുക്ക് ബോഡി വീട്ടിലേക്ക് കൊണ്ടുവരാൻ പറ്റുമോ? അവിടെ കുറച്ച് പ്രൊസീജിയേഴ്സ് ഉണ്ട് അല്ലെ. ലീഗലായിട്ട് കുറച്ച് പേപ്പർ കാര്യങ്ങളൊക്കെ റെഡി ആയി കഴിഞ്ഞ് പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ടതാണെങ്കിൽ ആ പോസ്റ്റ്മോർട്ടം ഒക്കെ കഴിഞ്ഞ് നമുക്കത് കുറച്ച് സമയം വേണം നമുക്ക് ബോഡി നമുക്ക് നമ്മുടെ റിലേറ്റീവ്സിന്റെ കൈകളിലേക്ക് കിട്ടാനായിട്ട് അല്ലെ, വീട്ടിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അപ്പൊ അതുവരെ നമുക്ക് സൂക്ഷിച്ചു വെക്കണം. ഫർദർ ഇൻവെസ്റ്റിഗേഷൻ, ശരിയാണ്, ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായിട്ടും ഒക്കെ അതാ പറഞ്ഞ് പോസ്റ്റ്മോർട്ടം ഒക്കെ നടത്തി അതിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് അത്രയും സമയം ബോഡി സൂക്ഷിച്ചു വെക്കാനാണ് മോർച്ചറി പ്രധാനമായിട്ട്. ഓക്കെ, it is necessary for the hospital administration that a suitable provision shall be made in a dubious place. Dubious എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു അൺക്ലിയർ മീനിങ് ആട്ടോ. അൺക്ലിയർ, ഒരു സംശയാസ്പദമായ അല്ലെങ്കിൽ വ്യക്തമല്ലാത്ത, അവ്യക്തമായ, അങ്ങനെയൊക്കെ പറയാം. ഡ്യൂബിയസ് എന്ന് പറഞ്ഞ മീനിങ് അൺക്ലിയർ. Unclear place or a dubious place where the dead body can be placed pending final disposal or to rule out the cause of death. അതായത് നമ്മൾ ഫൈനൽ ഡിസ്പോസലിനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്നത് വരെ, അതിനു വേണ്ടി നമുക്ക് അന്തിമമായിട്ട് നമ്മൾ അവരെ മാറ്റാനായിട്ട് ഇപ്പൊ ചടങ്ങുകളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ അവിടെ ലീഗലായിട്ട് കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവും. മരിച്ചപ്പോ ഹോസ്പിറ്റലിൽ കിടന്ന് മരിച്ചാലും അപ്പൊ തന്നെ മരിച്ച ആ സെക്കൻഡിൽ തന്നെ നമുക്ക് ബോഡി നമുക്ക് കൊണ്ടുവരാൻ പറ്റില്ല. അവിടെ ലീഗലായിട്ട് കുറച്ച് പേപ്പറും കാര്യങ്ങളൊക്കെ റെഡി ആവണം അല്ലെ. അതിനുശേഷം നമുക്ക് ബോഡി മാറ്റാൻ പറ്റുള്ളൂ, ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പൊ ആ ഫൈനൽ ഡിസ്പോസലിനായിട്ട് നമ്മൾ കാത്തിരിക്കുന്ന ബോഡീസ് അല്ലെങ്കിൽ then ought to rule out the cause of death. അതാണ് നമ്മൾ ഇൻവെസ്റ്റിഗേഷന്റെ ഒക്കെ ഭാഗമായിട്ട് നമുക്ക് മരണത്തിൽ എന്താണ്, മരണത്തിൽ ഉള്ള പങ്ക് അല്ലെങ്കിൽ അതിന്റെ ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായിട്ടൊക്കെ കാത്തിരിക്കുന്ന ബോഡീസ് നമ്മള് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ അതൊക്കെ നമുക്ക് പ്ലേസ് ചെയ്യണം. അത് വെക്കുന്നത് എങ്ങനെയാ? ഒരു ഡ്യൂബിയസ് പ്ലേസിലായിരിക്കണം, ഒരു അവ്യക്തമായിട്ടുള്ള പ്ലേസിലായിരിക്കണം. അതായത് നമ്മളിപ്പോ കയറി ചെല്ലുമ്പോ തന്നെ ഒരു ഹോസ്പിറ്റലിലും ഇല്ല മോർച്ചറി അല്ലെ. എമർജൻസി ഇതാണ് കാണുന്നത്, എമർജൻസി സെക്ഷൻ വിഭാഗമാണ് അല്ലെ. ഫസ്റ്റ് കയറി ചെല്ലുമ്പോ കാണുന്നത്. അപ്പൊ ഒരിക്കലും നമ്മൾ കയറി ചെല്ലുമ്പോ തന്നെ നമുക്ക് മോർച്ചറി വെക്കില്ല. അത് കുറച്ചും കൂടി ഒതുങ്ങിയ ഒരു സ്ഥലമായിരിക്കണം, ഒരു ഡ്യൂബിയസ് പ്ലേസ് ആയിരിക്കണം, ഒരു അൺക്ലിയർ ആയിട്ടുള്ളത്. അതായത് നമുക്ക് ആളുകൾക്ക് ചെല്ലണം എങ്കിൽ പോലും നമ്മളൊരു അതിനൊരു ഒന്നില്ലെങ്കിൽ സെപ്പറേറ്റ് ഒരു ബിൽഡിംഗ് ആയിരിക്കും. കോമൺ ആയിട്ട് എല്ലാവരും ഒരു പോണ ഒരു വഴിയിലോ അങ്ങനെയൊന്നും കൊണ്ടുവന്ന് വെക്കില്ല. ഒന്നില്ലെങ്കിൽ ഒരു സെപ്പറേറ്റ് ബിൽഡിംഗ്, അതൊരു ഒഴിഞ്ഞ ഭാഗത്തായിട്ട് നമ്മളൊരു ബിൽഡിംഗ് ആയിരിക്കും. അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ തന്നെയാണെങ്കിൽ ഒരു അതിനുള്ള ഒരു പ്ലേസ് ആയിരിക്കും, ഒരു മൂലയ്ക്കോ ഒരു കോർണറിലൊക്കെ ആയിരിക്കും ഇത് വെക്കുന്നത്. അപ്പൊ അങ്ങനെ നമ്മൾ ആ ബോഡി അങ്ങനെ നമ്മൾ പ്ലേസ് ചെയ്യണം. അപ്പൊ അതിന് അനുയോജ്യമായിട്ടുള്ള ഒരു വ്യവസ്ഥ ഉണ്ടാക്കേണ്ടത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ്. അപ്പൊ അങ്ങനെ വേണം നമ്മൾ ആ മോർച്ചറി ബിൽഡിംഗ് വെക്കാനായിട്ട്. അത് അങ്ങനെ വേണം നമുക്കത് ആ ഡെഡ് ബോഡീസ് പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ നമ്മൾ അധികം ആരുടെയും ശ്രദ്ധ കിട്ടാത്ത സ്ഥലത്തായിരിക്കണം. എന്നാലും ആംബുലൻസിനൊക്കെ ചെല്ലാൻ പറ്റണം. ബോഡീസ് നമ്മൾ കൊണ്ടുവരണ്ടേ, ഡെഡ് ബോഡി കൊണ്ടുവരാനൊക്കെ, അതായത് ആംബുലൻസിനൊക്കെ പോകാനുള്ള ഒരു ഫെസിലിറ്റിയും കൂടി വേണം. അപ്പൊ അതാ പറഞ്ഞത്, കോമൺ ആയിട്ട് എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു പൊതുവഴിയിലൊന്നും കൊണ്ടുവന്ന് വെക്കാൻ പാടില്ല. ഒതുങ്ങിയ ഒരു സ്ഥലത്തായിരിക്കണം, ഒരു ഡ്യൂബിയസ് പ്ലേസിലായിരിക്കണം. അതായത് നമ്മൾ പ്രധാനപ്പെട്ട നമ്മൾ ആരെയും ഒരു വഴിയിലാവരുത്, ആരെയും ഡിസ്റ്റർബ് ചെയ്യുന്ന ഒരു രീതിയിലാവരുത്. അപ്പൊ അങ്ങനെ ഒരു പ്ലേസില് ഈ മോർച്ചറി ആ ഒരു ബിൽഡിംഗ് അല്ലെങ്കിൽ ആ റൂം സെറ്റ് ചെയ്യുക എന്നുള്ളത്, അതിനുള്ള ഒരു അനുയോജ്യമായ വ്യവസ്ഥ ഉണ്ടാക്കേണ്ടത്
ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ ആവശ്യമാണ്, അത്യാവശ്യമാണ്. ഇറ്റ് ഈസ് നെസസറി ഫോർ ദ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ that a suitable provision shall be made in a dubious place where the bodies can be placed, pending final disposal or rule out the cause of death. ഫൈനൽ ഡിസ്പോസലിനായിട്ട് നമ്മൾ പെൻഡിങ്, അതായത് കാത്തിരിക്കുന്നതിനോ അല്ലെങ്കിൽ നമ്മൾ ആ ഒരു മരണത്തിനുള്ള പങ്ക് അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായിട്ടൊക്കെ ഡെഡ് ബോഡീസ് പ്ലേസ് ചെയ്യാനായിട്ട് എപ്പോഴും എങ്ങനെയൊക്കെ ഒരു അൺക്ലിയർ ആയിട്ടുള്ള പ്ലേസിൽ വേണം മോർച്ചറി വെക്കാൻ എന്നുള്ളത്. അതിനുള്ള ഒരു വ്യവസ്ഥ, ഒരു അനുയോജ്യമായിട്ടുള്ള ഒരു വ്യവസ്ഥ ഉണ്ടാക്കേണ്ടത് ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ ആവശ്യമാണ്, അത്യാവശ്യമാണ്. ഓക്കെ, അപ്പൊ നമുക്കാണെങ്കിലും എന്താണ് ഒരു ഡ്യൂബിയസ് പ്ലേസിലാന്ന് പറഞ്ഞ കാര്യം ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ ചെല്ലുമ്പോ തന്നെ നമ്മൾ ഒരു മോർച്ചറി കാണാ, ഡെഡ് ബോഡി കാണാന്ന് പറഞ്ഞൊരു നമുക്കൊരു നെഗറ്റീവ് ഇതാണ് അല്ലേ, ഒരു നെഗറ്റീവ് ഒരു ഇതായിരിക്കും നമുക്ക്. ചെല്ലുമ്പോ നമ്മൾ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോ ഒരു ഡെഡ് ബോഡി കൊണ്ടുപോകണത് കാണുമ്പോഴൊക്കെ നമുക്ക് അപ്പൊ തന്നെ നമ്മുടെ ഒരു മനസ്സിനൊരു നെഗറ്റീവ് ഒരു ഫീൽ ആയിരിക്കും, അയ്യോ എന്നുള്ളൊരു ഇത് വരും. അപ്പൊ അങ്ങനെ അതുകൊണ്ട് ആവാൻ പാടില്ല. പിന്നെ കോമൺ ആയിട്ട് അത് പറയുന്നത്, കോമൺ ആയിട്ട് എല്ലാവരും നടക്കുന്ന ഒരു വഴിയിലൊന്നും കൊണ്ടുവന്ന് വെക്കരുത്. ഇച്ചിരി ഒരു ഡ്യൂബിയസ് പ്ലേസ്, അൺക്ലിയർ ആയിട്ടുള്ള പ്ലേസ് ആയിരിക്കണം, എന്നാൽ ആംബുലൻസിന് ചെല്ലാനൊക്കെ പറ്റുന്ന രീതിയിലുള്ള സ്ഥലവുമായിരിക്കണം. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ഈ മോർച്ചറി വെക്കുക എന്നുള്ളത് നമ്മൾ ആ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ അതിനൊരു അനുയോജ്യമായിട്ടുള്ള വ്യവസ്ഥ ഉണ്ടാക്കേണ്ടത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ്. ഓക്കെ, അടുത്ത നോക്കിയേ, എ പ്രിസൈസ്ലി പ്ലാൻഡ് മോർച്ചറി കോംപ്ലക്സ് ഈസ് ബെനിഫിഷ്യൽ ടു ഓൾ those who come in contact with that is police, doctors, medical students, staff and relatives of the dead. Precisely എന്ന് പറഞ്ഞാൽ carefully. A precisely planned mortuary complex, ഒരു നമ്മൾ കെയർഫുൾ ആയിട്ടുള്ള പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു മോർച്ചറി കോംപ്ലക്സ് ആർക്കൊക്കെ ബെനിഫിറ്റ് ആണ്? പോലീസിന് അല്ലെ, പോലീസിന് ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായിട്ട് മോർച്ചറിയിൽ ചെല്ലേണ്ടി വരും, ഡെഡ് ബോഡി ഒക്കെ നോക്കേണ്ടി വരും. അവർക്ക് ഡോക്ടേഴ്സിന് നമ്മൾ പറഞ്ഞല്ലോ, പത്തോളജിസ്റ്റിനൊക്കെ. അപ്പൊ യഥാർത്ഥത്തിൽ മരണകാരണം എന്താണ്? മരണകാരണം എന്ന് പറഞ്ഞാൽ രോഗം, അതാണ് പത്തോളജിസ്റ്റ് നോക്കുന്നത്, ഡോക്ടർ അതാ നോക്കുന്നത്. എന്ത് രോഗം മൂലമാണ് മരിച്ചത് എന്നൊക്കെ ഐഡന്റിഫൈ ചെയ്യുക, രോഗ കാരണം കണ്ടെത്താനായിട്ട്. മെഡിക്കൽ സ്റ്റുഡൻസിന് എങ്ങനെയാ മോർച്ചറി ബെനിഫിഷ്യൽ ആവുന്നേ? അവർക്ക് എങ്ങനെയാ? അവർക്ക് പഠന ഭാഗമായിട്ടല്ലേ, അവര് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ജീവനുള്ള ചെയ്തു നോക്കാൻ പറ്റുമല്ലോ. അപ്പൊ ഡെഡ് ബോഡിയിലാണ് അവർ പ്രാക്ടീസ് ചെയ്യുന്നത് അല്ലെ, അല്ലെങ്കിൽ അവർ പഠിക്കുന്നത് അവരുടെ പഠനത്തിന്റെ ഭാഗമായിട്ട്. അതുപോലെ സ്റ്റാഫുകൾക്കും അവരുടെ ഒരു പഠനത്തിന്റെ ഭാഗമായിട്ട്. ആൻഡ് റിലേറ്റീവ്സ് ഓഫ് ദ ഡെഡ്, പിന്നെ മരിച്ച ആളുകളുടെ റിലേറ്റീവ്സിന് വന്ന ബോഡി ഐഡന്റിഫൈ ചെയ്യണമല്ലോ. ഇപ്പോ അജ്ഞാത മൃതദേഹം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കണ്ടിട്ടില്ല. അപ്പൊ അത് മരിച്ചവർക്കുടെ ആ റിലേറ്റീവ്സ് വന്ന് ബോഡി ഐഡന്റിഫൈ ചെയ്യാനായിട്ട് അതുവരേക്കും ബോഡി സൂക്ഷിച്ചു വെക്കണമല്ലോ. അപ്പൊ അവർക്കെല്ലാവർക്കും ഈ ഒരു മോർച്ചറി എന്ന് പറയുന്നത് ബെനിഫിഷ്യൽ ആണ്. അത് ചോദിക്കാറുണ്ട് കേട്ടോ എക്സാമിന്, ആർക്കൊക്കെ മോർച്ചറിയിലൂടെ ഒരു ബെനിഫിറ്റ് എന്നുള്ളത്. പോലീസിന്, ഡോക്ടേഴ്സിന്, മെഡിക്കൽ സ്റ്റുഡൻസ്, സ്റ്റാഫ് ആൻഡ് റിലേറ്റീവ്സ് ഓഫ് ദ ഡെഡ്. മരിച്ച ആളുകളുടെ റിലേറ്റീവ്സിനും ഒരു മോർച്ചറി പ്രയോജനപ്രദമാണ്. ഓക്കെ, അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേ കേട്ടോ. ഓക്കെ, ഇനി മൂന്നാമത്തെ നോക്കിയേ, പ്രൊവിഷൻ ഓഫ് മോർച്ചറി ഫെസിലിറ്റീസ് ആൻഡ് സർവീസസ് ഇൻ എ ഹോസ്പിറ്റൽ ഓൾസോ ഹാസ് ആൻ ഇമ്പോർട്ടൻറ്റ് ബിയറിംഗ് വിത്ത് റിഗാർഡ് ടു പബ്ലിക് റിലേഷൻ ഓഫ് ദ ഹോസ്പിറ്റൽ. നോക്കിയേ, പ്രൊവിഷൻ ഓഫ് മോർച്ചറി ഫെസിലിറ്റീസ് ആൻഡ് സർവീസസ് in a hospital also has an important bearing with regard to public relation of the hospital. അതായത് ഒരു ഹോസ്പിറ്റലിലുള്ള ഒരു മോർച്ചറി ഫെസിലിറ്റിയും ഞാൻ പറഞ്ഞ എല്ലാ ഹോസ്പിറ്റലിലും ഉണ്ടാവണമെന്നില്ല അല്ലെ. നിങ്ങൾ പോയിട്ടുള്ള എല്ലാ ഹോസ്പിറ്റലിലും മോർച്ചറി ഉണ്ടോ? ചെറിയ ഹോസ്പിറ്റലിലൊക്കെ ആണെങ്കിൽ അങ്ങനെ മോർച്ചറി ഇല്ല.
എല്ലായിടത്തും അങ്ങനെ ഉണ്ടാവണമെന്നില്ല. ചിലപ്പോൾ മരിച്ച മോർച്ചറി അവിടെ ഇല്ല, അതിനുള്ള സൗകര്യം ഇല്ലെങ്കിൽ വേറെ ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറയും അല്ലെ, മോർച്ചറി ഉള്ളിടത്തേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറയും. അപ്പൊ അങ്ങനെ ആ ഒരു മോർച്ചറിയുടെ സൗകര്യങ്ങളും അല്ലെങ്കിൽ ആ സർവീസും നൽകുന്നതിന് ഈ ഹോസ്പിറ്റലിന്റെ പബ്ലിക് റിലേഷനുമായി ബന്ധപ്പെട്ട് ഒരു പ്രധാനപ്പെട്ട പങ്കുണ്ടെന്ന്. അതായത് ആ മോർച്ചറി ഉണ്ടെങ്കിൽ നമ്മൾ കുറച്ചും കൂടി പബ്ലിക് റിലേഷൻ കൂടുന്നു. അതെന്താന്ന് വെച്ചാൽ ഞാൻ പറയാം. ഇപ്പൊ ഞാൻ പറഞ്ഞില്ല ആദ്യം, ഇതെന്താ ഇതിന്റെ ഫീലിംഗ് ഒന്ന് മനസ്സിലാക്കി വെക്കാം. ഒരു ഹോസ്പിറ്റലില് മോർച്ചറി ഫെസിലിറ്റിയും മോർച്ചറിയുടെ സൗകര്യങ്ങളും ആ സർവീസും, ഫെസിലിറ്റീസ് ആൻഡ് മോർച്ചറി ഫെസിലിറ്റീസ് ആൻഡ് സർവീസ് ഇൻ എ ഹോസ്പിറ്റൽ. ഒരു ഹോസ്പിറ്റലില് മോർച്ചറി സൗകര്യങ്ങളും അതിനുള്ള സേവനങ്ങളും നൽകുന്നതിന് ഈ ഹോസ്പിറ്റലില് ഒരു പബ്ലിക് റിലേഷനുമായി ഒരു പ്രധാനപ്പെട്ട ബന്ധപ്പെട്ട ഒരു പ്രധാന പങ്കുണ്ടെന്ന്. അതായത് പബ്ലിക് റിലേഷനുമായി ബന്ധപ്പെട്ട ഒരു പ്രധാന പങ്കുണ്ട്. അതായത് ഇപ്പൊ ഒരു ഹോസ്പിറ്റലിൽ ഒരു പേഷ്യന്റ് ട്രീറ്റ്മെന്റിൽ ഇരുന്ന് മരിക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പൊ തന്നെ അവിടെ ആ ഹോസ്പിറ്റലിൽ തന്നെ മോർച്ചറി ഉണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് ആ മോർച്ചറിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം അല്ലെ. അപ്പൊ പബ്ലിക്കിന് വെച്ചാൽ അവർക്ക് പിന്നെ വേറെ സ്ഥലം അന്വേഷിക്കാനോ അല്ലെങ്കിൽ വേറെ ഇതൊന്നും വേണ്ട. അപ്പൊ ആ ഹോസ്പിറ്റലിൽ തന്നെ മോർച്ചറി ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും അല്ലേ. പെട്ടെന്ന് തന്നെ ഷിഫ്റ്റ് ചെയ്യാൻ, വേറെ ഒന്നും അന്വേഷിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ എന്ന് പറഞ്ഞാൽ ആ പബ്ലിക് റിലേഷന് കൂട്ടുന്നതിന് അല്ലെങ്കിൽ അതിനൊരു പ്രധാന പങ്കുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ ഒരു പബ്ലിക് റിലേഷൻ കൂടുതല്ലേ. അപ്പൊ അവിടെ കാണാനായിട്ടാണെങ്കിലും ആളുകൾ ഒത്തിരി പേര് ഇപ്പൊ നമ്മൾ മരിച്ച ആളുകളെ ഇച്ചിരി ഫേമസ് ആയിട്ടുള്ള ഒരാളെങ്കിലും ഒക്കെ നമ്മൾ ആ ഒരു എന്താ പറയാ ഹോസ്പിറ്റലിലേക്ക് അവരെ കാണാനും ഡെഡ് ബോഡി കാണാനും ഒക്കെ ആയിട്ട് ഒത്തിരി ആളുകൾ വരും. അപ്പൊ ഒരു പബ്ലിക് റിലേഷൻ കൂട്ടാനായിട്ട് നമുക്ക് ഒരു പ്ലാൻ ചെയ്ത ഒരു മോർച്ചറിയിലെ ഒരു ഫെസിലിറ്റിയും സർവീസും ഒക്കെ അതിന് പബ്ലിക് റിലേഷൻ കൂട്ടുന്നതിന് ഒരു പ്രധാന പങ്കുണ്ട്. അപ്പൊ നമുക്ക് പബ്ലിക് റിലേഷൻ കൂട്ടാൻ പറ്റും, ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. പബ്ലിക്കുമായിട്ട് ഒരു ബന്ധം മെച്ചപ്പെടുത്തുന്നതിൽ ഒരു ഇമ്പോർട്ടന്റ് ഫാക്ടർ ആണ് മോർച്ചറി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്മൾ വേറെ സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്യണം അല്ലെ. ആ ഒരു ട്രീറ്റ്മെന്റിൽ മരിച്ചു കഴിഞ്ഞാല് അപ്പൊ ആ മരിക്കണ വ്യക്തിക്ക് അതല്ലെങ്കിൽ അവരുടെ ബോഡി സൂക്ഷിക്കാൻ ആ ഒരു ഹോസ്പിറ്റലിൽ അതിനുള്ള ഒരു ഫെസിലിറ്റി ഇല്ല, അല്ലെങ്കിൽ ആ ഹോസ്പിറ്റലിൽ മോർച്ചറി എന്ന് പറഞ്ഞ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് ആ ഒരു ഡെഡ് ബോഡി പെട്ടെന്ന് വേറെ ഹോസ്പിറ്റലിലേക്കൊക്കെ ഷിഫ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ എന്താ ഒരു പബ്ലിക് റിലേഷൻ അവിടെ കുറയാണ്, പബ്ലിക്കുമായിട്ടുള്ള ഒരു റിലേഷൻ കുറയാൻ കാരണമാകും. അത് ക്ലിയർ ആയോ നിങ്ങൾക്ക്? പബ്ലിക് റിലേഷൻ കൂട്ടുന്നതിന് ഈ ഒരു മോർച്ചറി ഫെസിലിറ്റിയും അല്ലെങ്കിൽ സർവീസും ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ടെന്ന്. ഓക്കെ, കുക്കുവിന് മനസ്സിലായോ? കുക്ക് എന്താ മെസ്സേജ് ചെയ്തിട്ടെന്ന് എനിക്ക് മനസ്സിലായില്ല. എന്താണ് മനസ്സിലായോ എന്താ അവിടെ ഉദ്ദേശിക്കണേന്നുള്ളത്? പബ്ലിക് റിലേഷൻ കൂട്ടുന്നതിന് ഈ ഒരു ഹോസ്പിറ്റലിലെ മോർച്ചറി ഫെസിലിറ്റി അല്ലെങ്കിൽ ആ ഒരു സർവീസ്, മോർച്ചറി സർവീസിന് ഒരു പ്രധാനപ്പെട്ട പങ്കുണ്ടെന്ന്. ക്ലിയർ ആയോ നിങ്ങൾക്ക് ആ പോയിന്റ്? അതായത് ആ ഹോസ്പിറ്റലിൽ തന്നെ കിടന്ന് ഇപ്പൊ ട്രീറ്റ്മെന്റിൽ ഇരിക്കുമ്പോൾ മരിക്കുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ അവിടെ ആ ഒരു മോർച്ചറി ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഡെഡ് ബോഡി അങ്ങോട്ട് മാറ്റാൻ പറ്റും. അപ്പൊ പബ്ലിക് റിലേഷൻ ഇംപ്രൂവ് ചെയ്യാൻ കാരണമാകും. ഓക്കെ, അത്രേ ഉള്ളൂ ആ പോയിന്റുകൾ. ഇനി much of the sentiments value are attached to the dead body of the person. In the socio and medical legal importance attached to the mortuary of the hospital. അടുത്തത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ പറയുന്നത്. അതായത് നോക്കി, ഈ ഹോസ്പിറ്റലിലുള്ള ആ ഒരു മോർച്ചറിയില് നമുക്ക് സോഷ്യോ ആൻഡ് മെഡിക്കോ ലീഗൽ. അപ്പൊ സാമൂഹികപരമായിട്ടും നമ്മൾ മെഡിക്കലായിട്ട് വൈദ്യശാസ്ത്രപരമായിട്ടുള്ള ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട് ഡെഡ് ബോഡിയോട്. സാമൂഹികമായിട്ടും അതുപോലെ മെഡിക്കൽ ലീഗൽ ഇമ്പോർട്ടൻസ് ആ ഡെഡ് ബോഡിയിൽ ഉണ്ട്. ആശുപത്രിയിലുള്ള ഒരു മോർച്ചറിയില് നമുക്ക് ഒരു സോഷ്യൽ ആയിട്ടുള്ളതും അല്ലെങ്കിൽ മെഡിക്കോ ലീഗോ എന്ന് പറഞ്ഞാൽ വൈദ്യശാസ്ത്രപരമായിട്ടുള്ള ഒരു ഒരു ഇമ്പോർട്ടൻസ് ഉള്ള ഒരു വ്യക്തിയുടെ മൃതദേഹത്തിന് ഒരു വികാരങ്ങളുടെ ഒരു മൂല്യം കൂടുതലാണെന്ന്. മറ്റ്
of sentiments values are attached to the dead body of a person. ഉണ്ടോ? ആ ഒരു മരിച്ച ഒരു പേഴ്സണോട് ഒരു സെന്റിമെന്റ്സ് വാല്യൂ അറ്റാച്ച് ചെയ്തിട്ടുണ്ടെന്ന്. ഡെഡ് ബോഡിയോട് നമ്മളൊരു ഡെഡ് ബോഡിയോട് ഒരു ആദരവ് കാണിക്കൂലേ, അതിനോട് ഒരു സെന്റിമെന്റ്സ് വാല്യൂ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അതെങ്ങനെയാ? സാമൂഹികവും അതുപോലെ തന്നെ വൈദ്യശാസ്ത്ര പ്രധാനവുമുള്ള ഒരു മരിച്ച ഒരു ഡെഡ് ബോഡിയോട് നമുക്കൊരു സെന്റിമെന്റ്സ് വാല്യൂ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഒപ്പം തന്നെ നോക്കിയേ, therefore the establishment and management of mortuaries of significance of every hospital. അതുകൊണ്ട് തന്നെ നമ്മള് എസ്റ്റാബ്ലിഷ്മെന്റ് എന്ന് വെച്ചാൽ സ്ഥാപനം, മോർച്ചറിയുടെ ഒരു സ്ഥാപനവും അതിന്റെ മാനേജ്മെന്റ് നടത്തിപ്പും ഓരോ ഹോസ്പിറ്റലിലും എന്താ ഇമ്പോർട്ടന്റ് ആണെന്നുള്ളത്. അതേ രീതിയിൽ മോർച്ചറി നമ്മൾ പറഞ്ഞ ഒരു ഇതുണ്ടല്ലോ, അതേ രീതിയിൽ മോർച്ചറി സ്ഥാപിക്കണം. അതിന്റെ മാനേജ്മെന്റ് കാര്യങ്ങളും എല്ലാരും നമ്മൾ കറക്റ്റ് ആയിട്ട് നല്ല രീതിയിൽ തന്നെ കൊണ്ടുപോകണം. അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് തന്നെ എന്തുകൊണ്ടാ ആ മരിച്ച ഒരു വ്യക്തിയോട് ഒത്തിരി ഒരു ഇമോഷണൽ വാല്യൂ, സെൻസിറ്റീവ് സെന്റിമെന്റ്സ് വാല്യൂ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ മോർച്ചറിയുടെ സ്ഥാപനവും നടത്തിപ്പും ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് എന്താ ഒരു പ്രധാനമുണ്ടെന്നുള്ളത്. ഓക്കെ, ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. Therefore, the establishment and management of mortuary is of the significance of every hospital. അതുകൊണ്ട് തന്നെ നമ്മൾ എന്താ സാമൂഹികവും ഒരു നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ അനുവർത്തിച്ചുകൊണ്ട് വേണം ഒരു മോർച്ചറി സെറ്റ് ചെയ്യാനായിട്ട്. ഓക്കെ, ഇതാണ് ലാസ്റ്റ് ആ കൺക്ലൂഷൻ പോലെ പറഞ്ഞേക്കുന്നത്. എന്താ? സാമൂഹികമായിട്ടുള്ള കാര്യങ്ങളും നിയമപരമായിട്ടുള്ള കാര്യങ്ങള് അനുവർത്തിച്ചുകൊണ്ട് വേണം എന്ത് ചെയ്യാൻ, മോർച്ചറി സെറ്റ് ചെയ്യാനായിട്ട്. നമുക്ക് ഇഷ്ടമുള്ള രീതിയിലോ അല്ലെങ്കിൽ തോന്നി പോലെയൊന്നും ചെയ്യാൻ പാടില്ല. ഓക്കെ, അത്രയും ഒരു ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കണം എന്നാ പറഞ്ഞേക്കുന്നത്. അതുകൊണ്ട് തന്നെ എസ്റ്റാബ്ലിഷ്മെന്റ് എന്ന് വെച്ചാൽ ഒരു സ്ഥാപനവും അതിന്റെ ഒരു സ്ഥാപനവും അല്ലെങ്കിൽ അതിന്റെ ഒരു നടത്തിപ്പും ഒക്കെ ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് പ്രധാനപ്പെട്ടതാണ്. ഓക്കെ, ഇനി അടുത്തത് ഫങ്ഷൻസ് ആണ് കേട്ടോ. ഫങ്ഷൻസ് ഓഫ് മോർച്ചറി സർവീസ് എന്തൊക്കെയാണ്? ഇത് നിങ്ങൾക്ക് ക്ലിയർ ആയോ? വേണമെങ്കിൽ ഒന്ന് വായിച്ചു നോക്കിയോ കേട്ടോ. അതൊരു ഇച്ചിരി ഉള്ളിലേക്ക് കയറി പറയുന്ന പോയിന്റ്സ് ആണ്, നിങ്ങൾ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഏതെങ്കിലും പോയിന്റ് ഒന്നുകൂടി പറയേണ്ടതായിട്ടുണ്ടോ? ഫോർത്ത് പോയിന്റ്. ഫോർത്ത് പോയിന്റ് ക്ലിയർ ആയില്ല. ഓക്കെ, പറഞ്ഞുതരാം. അതായത് ഇവിടെ പറഞ്ഞേക്കുന്നത് നിങ്ങൾ ഫോർത്ത് വൺ പറയാം. ബാക്കി മൂന്നും ക്ലിയർ ആയോ? നോക്കിയേ, ബാക്കി മൂന്നെണ്ണം. ഇനി ഒന്ന് നോക്കിയല്ല, എന്താ അവിടെ പറഞ്ഞേക്കണേ? Much of sentiments values are attached to the dead body of a person with the social and medico-legal importance attached to the mortuary of the hospital. അതായത് ഇവിടെ പറഞ്ഞേക്കുന്ന ആ ഹോസ്പിറ്റലിലെ മോർച്ചറിയില് ഇവിടെ സാമൂഹികവും സോഷ്യം സാമൂഹികപരമായിട്ട് എന്താ പറഞ്ഞ നമ്മൾ ആ ഒരു മരിച്ച ഒരു വ്യക്തിയോട്, ആ ഡെഡ് ബോഡിയോട് നമ്മളൊരു സാമൂഹികമായിട്ടുള്ള ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടല്ലോ. അതായത് ഒരു ആദരവ്, നമ്മൾ ഡെഡ് ബോഡിയോട് ഒരു ആദരവ് കാണിക്കണ്ടല്ലോ. അപ്പൊ അങ്ങനെ ഒരു സാമൂഹികമായിട്ടും പിന്നെ മെഡിക്കോ ലീഗൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈദ്യശാസ്ത്രപരമായിട്ടും ആ ഒരു അല്ലെങ്കിൽ ലീഗൽ എന്ന് വെച്ചാൽ നിയമപരമായിട്ടൊക്കെ ഒരു പ്രധാനമുള്ള അത്രയും ഇമ്പോർട്ടൻസ് നമ്മൾ അവിടെ കൊടുക്കണ്ട് ആ ഒരു ഡെഡ് ബോഡിയോട്. അങ്ങനെ പ്രധാനമുള്ള ഒരു മരിച്ച ഒരു ഡെഡ് ബോഡിയുടെ അല്ലെങ്കിൽ മൃതദേഹത്തിന് ഒരു കുറച്ച് സെന്റിമെന്റ്സ് വാല്യൂ കൂടുതലാണെന്ന്, വികാരങ്ങളുടെ ഒരു മൂല്യം കൂടുതലാണ്. അതായത് നമ്മള് ഇത്രയും മനസ്സിലാക്കാം, നമ്മൾ മരിച്ച ഒരാളെ വെറുതെ കൊണ്ടുപോയി നമ്മള് എന്താ പറയാ സംസ്കരിക്കോ, അതിനോടാണെങ്കിലും നമ്മൾ ബോഡിയോടാണെങ്കിലും ഒരു സെന്റിമെന്റ്സ് വാല്യൂ ഉണ്ട് നമുക്ക്. അത്രയും ഒരു പ്രധാനത നമുക്ക്
ഡെഡ് ബോഡിയോടാണെങ്കിലും ഇപ്പൊ നമ്മളിപ്പോ മരിച്ചു കഴിഞ്ഞാൽ പോലും നമ്മൾ വെറുതെ ആരും കൊണ്ടുവന്ന് എല്ലാ ആടും പശുവും ചത്തു കഴിഞ്ഞാൽ വെറുതെ കൊണ്ടുവന്ന് കുഴിച്ചിട്ടോ? ഇല്ലല്ലോ. നമ്മളിപ്പോ ഓരോരുത്തർക്കും അവരുടെ റിലീജിയനുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിലും നമ്മൾ ആ ഒരു ബോഡിയോട് ഒരു ആദരവ് കാണിക്കുന്നുണ്ട് അല്ലെ? അതിന്റെ സംസ്കാര ചടങ്ങുകള് നല്ല അല്ലെ? പിന്നെ മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് വെറുതെ കൊണ്ടുവന്ന് കുഴിച്ചിട്ടാൽ മതി. ഒരു ഇപ്പൊ ഹിന്ദുക്കളാണെങ്കിൽ അവർക്കുടെ രീതിയില്, ക്രിസ്ത്യൻസ് ആണെങ്കിലും മുസ്ലിംസ് ആണെങ്കിലും അവർക്കുടേതായിട്ടുള്ള ഒരു റിലീജിയനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഒരു ബോഡിയോട് ഒരു ആദരവ് കാണിക്കുന്നുണ്ടല്ലോ, ഇല്ലേ? നമ്മൾ കർമ്മങ്ങളൊക്കെ ഹിന്ദുക്കളാണെങ്കിൽ കർമ്മങ്ങൾ ചെയ്ത് പൂജയൊക്കെ ചെയ്ത് ആ ഒരു അതിനോടൊരു ബഹുമാനം കാണിക്കുന്നുണ്ട്, ഒരു റെസ്പെക്ട് ഉണ്ട് നമുക്ക്. അപ്പൊ അത്രയും ഒരു സെന്റിമെന്റ്സ് വാല്യൂ, ആ ഒരു വികാരങ്ങളുടെ ഒരു മൂല്യം കൂടുതലാണെന്ന്. ഇപ്പൊ സാധാരണയുള്ള ആളുകളെക്കാളും ഇപ്പൊ നമ്മൾ പറയൂലേ, ജീവിച്ചിരിക്കുമ്പോ നമ്മൾ കുറച്ച് കുശുമ്പൊക്കെ പറഞ്ഞായിരിക്കും അയാള്, എന്നാൽ മരിച്ചു കഴിയുമ്പോഴാണെങ്കിൽ നമ്മൾ നല്ലൊരാളായിരുന്നു എന്നുള്ളൊരു ഇത് വരൂലേ, ഇല്ലേ? അപ്പൊ ഒരു എന്താ പറയാ, അവരോട് ഒരു സെന്റിമെന്റ്സ് വാല്യൂ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അത് അത്രത്തോളം നമ്മൾ സാമൂഹികമായിട്ടാണെങ്കിലും ഒരു മെഡിക്കോ ലീഗല്, ഒരു വൈദ്യശാസ്ത്രപരമായിട്ടോ അല്ലെങ്കിൽ ഒരു നിയമപരമായിട്ടൊക്കെ നമ്മൾ ആ ഒരു ബോഡിയോട് ഒരു സെന്റിമെന്റ്സ് വാല്യൂ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അതായത് അത്രയും പ്രധാനം നമ്മൾ ആ ബോഡിക്ക് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആയോ? അത്രയും ഒരു നമ്മളൊരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഇപ്പൊ നമ്മൾ ആ മോർച്ചറി എന്ന് പറയുന്നത് എന്താണ്, അതിന്റെ ഒരു എസ്റ്റാബ്ലിഷ്മെന്റ്, ഒരു സ്ഥാപനവും അല്ലെങ്കിൽ അതിന്റെ മാനേജ്മെന്റും എങ്ങനെയാ ഈ ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് വളരെ പ്രധാനമാണെന്ന്. നമ്മൾ പറഞ്ഞ രീതിയിലൊക്കെ തന്നെ വേണം മോർച്ചറി വെക്കാനായിട്ട്. അല്ലാതെ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് തോന്നിയ രീതിയിലൊന്നും മോർച്ചറി സെറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇങ്ങനെ സാമൂഹികവും നിയമപരമായിട്ടുള്ള കാര്യങ്ങളും അനുവർത്തിച്ചു കൊണ്ട് വേണം ഒരു മോർച്ചറി സെറ്റ് ചെയ്യാൻ. മനസ്സിലായോ? ഒരു സാമൂഹികവും നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ നോക്കിക്കൊണ്ട് വേണം, അനുവർത്തിച്ചുകൊണ്ട് ഫോളോ ചെയ്തിട്ട് വേണം എന്താ ഈ മോർച്ചറി സെറ്റ് ചെയ്യാൻ. ലാസ്റ്റ് സെന്റൻസിൽ പറഞ്ഞേക്കണേ, therefore establishment and management of മോർച്ചറി എന്ന് പറയുന്നത് is the significance of every hospital. ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് മോർച്ചറി സ്ഥാപിക്കുമ്പോഴും അതിന്റെ മാനേജ്മെന്റും വളരെയധികം പ്രധാനമുണ്ട്. അപ്പൊ ഇങ്ങനെ നമ്മൾ ഒരു സാമൂഹ്യപരമായിട്ടാണെങ്കിലും അല്ലെങ്കിൽ നിയമപരമായിട്ട് ഈ രീതിയിലൊക്കെ വേണമെന്ന് നമ്മൾ പറഞ്ഞില്ലേ. ഇപ്പൊ ഗ്രൗണ്ട് ഫ്ലോറിലാണെങ്കിൽ നമുക്ക് അധികം ആരുടെയും ശ്രദ്ധ പോണ വഴിക്കോ അല്ലെങ്കിൽ അധികം ശ്രദ്ധ കിട്ടാത്ത രീതിയിൽ ഡ്യൂബിയസ് പ്ലേസിലൊക്കെ ആയിരിക്കണം സെറ്റ് ചെയ്യാന്ന് പറഞ്ഞല്ലോ. അപ്പൊ ലീഗലായിട്ടുള്ള കാര്യങ്ങളും ഒരു സാമൂഹികപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അനുവർത്തിച്ചുകൊണ്ട് വേണം ഒരു മോർച്ചറി സെറ്റ് ചെയ്യാൻ. ഓക്കെ, ഇനി ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ അത്. ഇനി അടുത്തത് ഫങ്ഷൻസ് ഓഫ് മോർച്ചറി എന്ന് പറഞ്ഞേക്കുന്നത്. എന്തൊക്കെയാണ് മോർച്ചറിയുടെ ഫങ്ഷൻ? To conserve the dead body till the formalities of the handing over of deceased എന്ന് പറഞ്ഞ മരണമടഞ്ഞ is completed എന്നാ പറഞ്ഞത്. മരിച്ച ആളുടെ ആ ഒരു കൈമാറ്റത്തിന്റെ ചടങ്ങ് അത് ഹാൻഡ് ഓവർ ചെയ്യുമ്പോൾ കുറച്ച് ഫോർമാലിറ്റീസ് ഉണ്ടല്ലോ. അപ്പൊ ആ ഹാൻഡ് ഓവർ ചെയ്യാവുന്ന വരെയുള്ള ആ ഫോർമാലിറ്റീസ്, നടപടിക്രമങ്ങള് പൂർത്തിയാകുന്നത് വരെ നമുക്ക് മൃതദേഹം സൂക്ഷിച്ചു വെക്കാൻ. അതാണ് ഒന്നാമത്തെ മോർച്ചറി സർവീസിന്റെ ഫങ്ഷൻ എന്ന് പറയുന്നത്. സംസ്കരിക്കുക എന്നുള്ളത്. ഓക്കെ, ഡിസീസ്ഡ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ മരണമടഞ്ഞ വ്യക്തി. അപ്പൊ അവർക്കുടെ ആ ഒരു ഹാൻഡ് ഓവർ, ഒരു മരിച്ച വ്യക്തി പിന്നെ ഹാൻഡ് ഓവർ ചെയ്യണമല്ലോ, ഡെഡ് ബോഡി ഹാൻഡ് ഓവർ ചെയ്യുന്നത് വരെയുള്ള ഫോർമാലിറ്റീസ് ഉണ്ട്. അത് പൂർത്തിയാകുന്നത് വരെ ഡെഡ് ബോഡി കൺസേർവ് ചെയ്യാന്ന് വെച്ചാൽ സൂക്ഷിച്ചു വെക്കാൻ, കീപ്പ് ചെയ്യാന്നുള്ള മീനിങ്. സംരക്ഷിച്ചു വെക്കുന്നതിന് വേണ്ടി മോർച്ചറി ഉപയോഗിക്കാം. അത് മോർച്ചറിയുടെ ഫങ്ഷൻ ആണ്. ഒന്നാമത്തെ പോയിന്റ് ക്ലിയർ ആയില്ലേ? ഓക്കെ, ഹാൻഡ് ഓവർ ചെയ്യുന്നവരെ, ആ നടപടിക്രമം പൂർത്തിയാകുന്നത് വരെ ഡെഡ് ബോഡീസ് സൂക്ഷിച്ചു വെക്കാൻ. ഓക്കെ, രണ്ടാമത്തെ നോക്കിയേ, keep the dead body unclaimed. Unclaimed എന്ന് വെച്ചാൽ തിരിച്ചറിയപ്പെടാത്ത ബോഡി ഇല്ലേ, ക്ലൈം ചെയ്യാത്ത ബോഡി. ഇപ്പൊ നമ്മള് ആദ്യം പറഞ്ഞാൽ ഒരു ആക്സിഡന്റ് ഉണ്ടായി, നമുക്കറിയില്ല ആർക്കടെയാണെന്ന് അറിയില്ല, ഏത് ആരാണ് മരിച്ചതെന്ന് അറിയില്ല. അപ്പൊ അങ്ങനെയുള്ള ബോഡി ഇല്ല, ഐഡന്റിഫിക്കേഷൻ ചെയ്യാത്ത ബോഡി,
മൃതദേഹം റിലേറ്റീവ്സ് വന്ന് അവരെ ക്ലെയിം ചെയ്യാത്തത്, അൺക്ലെയിംഡ്, അതായത് തിരിച്ചറിയപ്പെടാത്ത മൃതദേഹങ്ങളുണ്ടല്ലോ, അജ്ഞാത മൃതദേഹം എന്നൊക്കെ പറയൂലേ, ആർക്കടെയാന്ന് നമുക്കറിയില്ല. അങ്ങനെ keep the dead body till the relatives claim and to take away for final disposal. Usually the bodies are not claimed. അപ്പൊ സാധാരണയായിട്ട് നമ്മള് ആ റിലേറ്റീവ്സ് വന്ന്, ബന്ധുക്കൾ വന്ന് ആ ക്ലെയിം ചെയ്യാം എന്ന് വെച്ചാൽ അവരെ ഐഡന്റിഫൈ ചെയ്യാം, തിരിച്ചറിയപ്പെടുന്നത് വരെ നമുക്ക് ആ ഫൈനൽ ഡിസ്പോസൽ ആയിട്ട് നമുക്ക് അതുവരേക്കും നമുക്കത് കീപ്പ് ചെയ്യാൻ പറ്റും ഡെഡ് ബോഡി. ഇനി നോക്കിയേ, യൂഷ്വലി ദ ബോഡീസ് ആർ നോട്ട് ക്ലെയിംഡ്. ഇനി ആരും ക്ലെയിം ചെയ്തില്ല, തിരിച്ചറിയപ്പെട്ടില്ല, തിരിച്ചറിഞ്ഞില്ലെങ്കിൽ ആർ കെപ്റ്റ് ഫോർ 72 hours. എത്ര സമയം വയ്ക്കാം ആ ഹോസ്പിറ്റലില് തിരിച്ചറിയുന്നത് വരെ, അല്ലെങ്കിൽ അതുവരെ നമുക്ക് 72 മണിക്കൂർ, അതായത് എത്ര ദിവസം വരും? 72 മണിക്കൂർ, 72 hours എന്ന് പറഞ്ഞാൽ എത്ര ഡേയ്സ് ആ? 3 days അല്ലെ? 3 ദിവസം വരെ ഹോസ്പിറ്റലിൽ സൂക്ഷിച്ചു വെക്കാം. അവരുടെ റിലേറ്റീവ്സ് ആരെങ്കിലും വരുമോ, ക്ലെയിം ചെയ്യോ, തിരിച്ചറിയപ്പെടുമോ എന്നൊക്കെ അറിയാൻ വേണ്ടി 3 ദിവസം വരെ, അതായത് 72 hours വരെ നമുക്ക് ഹോസ്പിറ്റലിൽ സൂക്ഷിച്ചു വെക്കാം. ഇനി and unless claimed till that period, ഇനി ആ സമയം വരെ, ഇപ്പൊ 3 ദിവസമായി, അത് 72 മണിക്കൂർ ആയിട്ടും ആരും വന്ന് ക്ലെയിം ചെയ്തില്ല, അല്ലെങ്കിൽ അത് ആ ബോഡി ഐഡന്റിഫൈ ചെയ്തിട്ടില്ലെങ്കിൽ എന്താ ഇത് നോക്കിയ, disposal of dead body is done in keeping with the existing policy of the hospital and as per the law of land. ആ ഒരു ഹോസ്പിറ്റലിലെ അവിടത്തെ ആ ഒരു എക്സിസ്റ്റിംഗ് നിലവിലുള്ള പോളിസി അനുസരിച്ച് എന്ത് ചെയ്യാൻ പറ്റും? ആ ഹോസ്പിറ്റലിൽ തന്നെ ഡിസ്പോസ് ചെയ്യാൻ പറ്റും. അത്രയും ദിവസം വരെ വയ്ക്കണമെന്നേ ഒരു ഇതുള്ളൂ. 3 ദിവസം വരെ ഹോസ്പിറ്റലിൽ സൂക്ഷിക്കണം. അതിനുശേഷവും ആരും ക്ലെയിം ചെയ്തില്ലെങ്കിൽ ആ അവിടുത്തെ നിലവിലുള്ള നയങ്ങൾ അനുസരിച്ച് നമുക്ക് അവിടുത്തെ ആ ഒരു ലോ അനുസരിച്ച് തന്നെ ഹോസ്പിറ്റലിന് തന്നെ ഡിസ്പോസ് ചെയ്യാം. അവിടെ ആ 72 hours എന്നുള്ളത് നോട്ട് ചെയ്തോട്ടോ. അതൊരു പ്രാവശ്യം ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ക്ലെയിം ചെയ്യാത്ത ബോഡീസ് നമുക്ക് എത്ര ടൈം വരെ ഹോസ്പിറ്റലിൽ സൂക്ഷിക്കാം എന്നുള്ളത്. എത്ര സമയം വരെ വെക്കാം? 72 hours. അതുവരെ നമുക്ക് അവരുടെ റിലേറ്റീവ്സ് ആരെങ്കിലും വരുമോ, ഐഡന്റിഫൈ ചെയ്യോ എന്നുള്ളതിന് വേണ്ടി വെയിറ്റ് ചെയ്ത് വെക്കാം ഹോസ്പിറ്റലുകാർക്ക്. അതിനുശേഷം ആരും വന്നില്ലെങ്കിൽ അവിടുത്തെ പോളിസി അനുസരിച്ച്, എക്സിസ്റ്റിംഗ് പോളിസി, നിലവിലുള്ള പോളിസി അനുസരിച്ച്, അവിടുത്തെ നിയമങ്ങൾ അനുസരിച്ച് എന്താ ഡിസ്പോസ് ചെയ്യാം. ഓക്കെ. ഇനി to receive and store dead body that require postmortem examination. To receive ചെയ്യാന്ന് വെച്ചാൽ സ്വീകരിക്കുക, and store ചെയ്യുക. Dead body that require postmortem examination. പോസ്റ്റ്മോർട്ടം ആവശ്യമുള്ള ബോഡീസ്, ആവശ്യമായിട്ടുള്ള ഡെഡ് ബോഡി റിസീവ് ചെയ്യാം, സ്റ്റോർ ചെയ്യാം. അതും ഈ മോർച്ചറിയുടെ ഫംഗ്ഷനാണ്. ഇപ്പൊ എല്ലാം ഒന്നും നമ്മള് പോസ്റ്റ്മോർട്ടം വേണ്ടി വരില്ല. എന്ന് വെച്ചാൽ ഇത് സംശയാസ്പദമായിട്ടോ അല്ലെങ്കിൽ നമ്മളിപ്പോ ഹോസ്പിറ്റലിലേക്ക് പോകുന്ന വഴിക്കൊക്കെ മരിച്ചു കഴിഞ്ഞാലൊക്കെ നമുക്ക് പോസ്റ്റ്മോർട്ടം നടത്തേണ്ടതായിട്ട് വരും. അപ്പൊ പോസ്റ്റ്മോർട്ടം ആവശ്യമുള്ള ഡെഡ് ബോഡീസ് സ്വീകരിക്കുക, സ്റ്റോർ ചെയ്ത് വെക്കുക. അതും മോർച്ചറിയുടെ ഫംഗ്ഷനാണ്. അടുത്ത നോക്കിയേ, ടു കണ്ടക്ട് മെഡിക്കോ ലീഗൽ പോസ്റ്റ്മോർട്ടം വർക്ക്. മെഡിക്കോ ലീഗൽ എന്ന് പറഞ്ഞാൽ എന്താ? റിലേറ്റിംഗ് ടു ബോത്ത് മെഡിക്കൽ ആൻഡ് ലോ. ഓക്കെ, മെഡിക്കൽ ആൻഡ് ലീഗൽ അഫൻസ്, അതാണ് മെഡിക്കോ ലീഗൽ എന്ന് പറയുന്നത്. മെഡിക്കൽ ആയിട്ടുള്ളതും ലീഗൽ നിയമപരമായിട്ടുള്ള പോസ്റ്റ്മോർട്ടം വർക്കുകൾ നടത്താൻ വേണ്ടിയിട്ട്. മെഡിക്കൽ ആയിട്ടെന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ എന്താ, എന്ത് രോഗം മൂല മരിച്ചെന്നുള്ളതും ഒക്കെ. ലീഗൽ എന്ന് പറഞ്ഞ കേസിന്റെ ഭാഗമായിട്ട് ലീഗൽ ആയിട്ടുള്ള പോസ്റ്റ്മോർട്ടം വർക്കുകളൊക്കെ ചെയ്യാനും കണ്ടക്ട് ചെയ്യാനും നമുക്ക് മോർച്ചറി സർവീസിന്റെ ഒരു ഫംഗ്ഷനാണ്. ഓക്കെ. ഇനി അടുത്ത് നോക്കിയേ, ടു ഗീവ് എ ടീച്ചിങ് പ്രോഗ്രാം ഫോർ അണ്ടർ ഗ്രാജുവേറ്റ് ആൻഡ് പോസ്റ്റ് ഗ്രാജുവേറ്റ്സ്. നമ്മൾ പറഞ്ഞാണ് ടു ഗീവ് ദ ടീച്ചിങ് പ്രോഗ്രാം. അവർക്ക് കുട്ടികൾക്ക്, മെഡിക്കൽ സ്റ്റുഡൻസിന്, ഗ്രാജുവേറ്റ്സ് പഠിക്കുന്നവര്, അല്ലെങ്കിൽ പോസ്റ്റ് PG ചെയ്യുന്ന കുട്ടികൾക്ക് അവർക്കൊക്കെ ഒരു ടീച്ചിങ് പ്രോഗ്രാം, ടീച്ചിങ് പഠനത്തിന്റെ ഭാഗമായിട്ടും നമുക്ക് മോർച്ചറിയുടെ ഒരു ഫംഗ്ഷനാണ്. അപ്പൊ അതുവരേക്കും ബോഡി സൂക്ഷിച്ചു വെക്കാനും ഒക്കെ മോർച്ചറി ഉപയോഗിക്കാം. അതിന്റെ ഒരു ഫംഗ്ഷൻ ആയിട്ട് വരാം മോർച്ചറി സർവീസിന്റെ.
to give teaching program for undergraduate and postgraduate. Undergraduate, postgraduate കുട്ടികൾക്കൊക്കെ ടീച്ചിങ് പ്രോഗ്രാം കൊടുക്കാൻ വേണ്ടിയിട്ട് പഠിക്കുന്നതിന് പഠനാവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്. The type of dead body preserved in mortuary can be classified as. അടുത്തൊരു ഇതാട്ടോ. അപ്പൊ അത്രയും പോയിന്റ്സുകൾ അതിൽ നോക്കാം. ഫംഗ്ഷൻ ഓഫ് മോർച്ചറി എന്നുള്ളത് കേട്ടോ. ആ ഫസ്റ്റ് പോയിന്റില് മരിച്ച ആളുടെ ആ ഹാൻഡ് ഓവർ ചെയ്യാനുള്ള കുറച്ച് നടപടിക്രമങ്ങൾ ഉണ്ടല്ലോ, അത് പൂർത്തിയാകുന്നത് വരെ ഡെഡ് ബോഡി സൂക്ഷിച്ചു വെക്കാനായിട്ട്. രണ്ടാമത്തേന്ന് പറഞ്ഞാൽ ഡെഡ് ബോഡി ക്ലെയിം അൺക്ലെയിംഡ്. ഈ അൺക്ലെയിം ചെയ്യാത്ത ഡെഡ് ബോഡി ഈ റിലേറ്റീവ്സ് വന്ന് ക്ലെയിം ചെയ്യുന്നത് വരെ നമുക്ക് സൂക്ഷിച്ചു വെക്കാം. എന്നിട്ട് ക്ലെയിം ചെയ്ത് ഫൈനൽ ഡിസ്പോസലിന് കൊണ്ടുപോകുന്ന സമയമില്ലേ, അവിടെ വരേക്കും ബോഡി സൂക്ഷിച്ചു വെക്കാം. ഇനി ക്ലെയിം ചെയ്യാത്ത ബോഡി ആണെങ്കിൽ 72 മണിക്കൂർ അല്ലെങ്കിൽ 3 ദിവസം വരെ ഹോസ്പിറ്റലിൽ സൂക്ഷിക്കണം എന്നുള്ളൊരു നിയമമുണ്ട്. അതിനുശേഷവും ആരും വന്ന് ക്ലെയിം ചെയ്തിട്ടില്ലെങ്കിൽ ആ നിലവിലുള്ള ഹോസ്പിറ്റലിലുള്ള നിലവിലുള്ള പോളിസി ലോ അനുസരിച്ച് ഹോസ്പിറ്റലിൽ തന്നെ എന്ത് ചെയ്യാം, ഡിസ്പോസ് ചെയ്യാവുന്നതാണ്. ഓക്കെ. പിന്നെ അടുത്ത പോസ്റ്റ്മോർട്ടം എക്സാമിനേഷൻ ആവശ്യമായിട്ടുള്ള ഡെഡ് ബോഡി സ്വീകരിക്കുകയോ സ്റ്റോർ ചെയ്യുകയോ ചെയ്യുന്നു. പിന്നെ അടുത്ത് നോക്കിയേ, മെഡിക്കോ ലീഗൽ പോസ്റ്റ്മോർട്ടം വർക്ക് കണ്ടക്ട് ചെയ്യാനായിട്ട്. പിന്നെ അടുത്തതാണ് ഗ്രാജുവേറ്റ്സ് ടീച്ചിങ്. പോസ്റ്റ് ഗ്രാജുവേറ്റ് സ്റ്റുഡൻസിന് ടീച്ചിങ് പ്രോഗ്രാം കൊടുക്കുന്നു. ഓക്കെ. 4 പോയിന്റ്സും ക്ലിയർ അല്ല? അതില് 5 പോയിന്റ് ഉണ്ട് അല്ലെ? ഫംഗ്ഷൻ ഒന്ന് മനസ്സിലാക്കി വെക്കാം കേട്ടോ. ഇതൊക്കെ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൾറെഡി കിട്ടിക്കോളൂല്ലോ. ഫംഗ്ഷനിൽ ഇൻക്ലൂഡ് ചെയ്തത് ഏത് അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏതെന്ന് ചോദിച്ചാൽ ക്ലിയർ ആണല്ലോ. ക്ലിയർ അല്ലേ? 5 പോയിന്റ്. യെസ്. ഇനി നോക്കിയേ, നെക്സ്റ്റ് പറയുന്നത് the type of dead body preserved in mortuary can be classified as. അപ്പൊ ഈ ഡെഡ് ബോഡി പ്രിസർവ് ചെയ്ത് വെക്കുന്ന മോർച്ചറിയിൽ 2 തരത്തിലാണ്. അതിന് 2ആയിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ഡെഡ് ബോഡി പ്രിസർവ്ഡ് ഇൻ മോർച്ചറി. മോർച്ചറിയിൽ ഡെഡ് ബോഡി പ്രിസർവ് ചെയ്യുന്നത് നമുക്ക് 2 രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. നോൺ മെഡിക്കോ ലീഗൽ. നോൺ മെഡിക്കോ ലീഗൽ എന്ന് വെച്ചാൽ എന്തിനാ? അത് വേറെ ലീഗലായിട്ടോ അല്ലെങ്കിൽ കേസിന്റെ ഭാഗമായിട്ടൊന്നും അല്ല. പുള്ളി എന്താ, കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ആ രീതിയിൽ ഡെഡ് ബോഡി സൂക്ഷിച്ചു വെക്കാം. ഏതാണ്? കുട്ടികൾക്ക് പഠനാവശ്യത്തിന് വേണ്ടി ബോഡീസ് കീപ്പ് ചെയ്യാം. നോ മെഡിക്കോ ലീഗൽ. കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട്. അടുത്തത് നോക്കിയാൽ മെഡിക്കോ ലീഗൽ. മെഡിക്കോ ലീഗൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ലീഗൽ ആയിട്ടുള്ളത്. ബോത്ത് മെഡിക്കൽ ആൻഡ് ലീഗൽ പർപ്പസ്. അതായത് നമുക്കിപ്പോ എന്തെങ്കിലും മരണത്തിന് വല്ല ദുരൂഹതയൊക്കെ ഉണ്ട്, അപ്പൊ അങ്ങനെയാണെങ്കിൽ മരണ കാരണം കണ്ടെത്താന് മർഡർ ആണോ എന്നൊക്കെ നമുക്ക് ഇപ്പൊ ഒരു കൊലപാതകമാണോ എന്നൊക്കെ കണ്ടെത്താനൊക്കെ വേണ്ടിയിട്ട് ആ ഒരു ഇതിനും ബോഡി കീപ്പ് ചെയ്യാം. 2 രീതിയിൽ ഡെഡ് ബോഡി പ്രിസർവ് ചെയ്യുന്നുണ്ട്. ഒന്ന് പഠിക്കാൻ വേണ്ടിയിട്ട്, കുട്ടികളുടെ പഠനത്തിന്റെ ഭാഗമായിട്ട് നമുക്ക് കീപ്പ് ചെയ്യാം. അടുത്തത് നമുക്ക് എന്താ, മരണം എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെങ്കിൽ മരണ കാരണം കണ്ടെത്താൻ, മർഡർ ആണോ എന്നൊക്കെ നമുക്ക് കണ്ടെത്താണെങ്കിൽ ബോത്ത് മെഡിക്കൽ ആൻഡ് ലീഗൽ എക്സ്പെൻസ് മെഡിക്കോ ലീഗൽ എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു പർപ്പസിന് വേണ്ടിയിട്ട് ബോഡി കീപ്പ് ചെയ്യാം. ഓക്കെ. നോൺ മെഡിക്കോ ലീഗൽ പർപ്പസും ഉണ്ട്, മെഡിക്കോ ലീഗൽ പർപ്പസും ഉണ്ട്. ഓക്കെ. ഇനി അടുത്തത് പ്ലാനിങ് പാരാമീറ്റേഴ്സ് ഓഫ് എ മോർച്ചറി. ഇനി മോർച്ചറിയുടെ ഓരോ നമ്മുടെ ലൊക്കേഷൻ, സ്പേസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ പ്ലാനിങ് എന്തൊക്കെയാണ്? ഒരു മോർച്ചറി നമ്മൾ പ്ലാനിങ് റേപ്പ്, സൂയിസൈഡ് അതൊക്കെ അതിനകത്ത് വരുന്നതാണ് കേട്ടോ. മെഡിക്കോ ലീഗലില് ഇപ്പൊ നമ്മള് ആണോ അല്ലെങ്കിൽ മർഡർ ആണോ, റേപ്പ് ചെയ്തിട്ടാണോ മരിച്ചത്, അപ്പൊ എന്തായാലും ആ മരണ കാരണം കണ്ടെത്താൻ വേണ്ടിയിട്ട്, അതിന് വേണ്ടിയിട്ട് ലീഗലായിട്ട് ഒക്കെ നമ്മൾ ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായിട്ടൊക്കെ നമ്മൾ ഡെഡ് ബോഡി സൂക്ഷിക്കൂലേ, അത് മെഡിക്കോ ലീഗൽ. മറ്റത് വേറൊന്നുമില്ല, പഠിക്കാൻ വേണ്ടി മാത്രം, പഠനാവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്. അതാണ് നോൺ മെഡിക്കോ ലീഗൽ എന്ന് പറയുന്നത്. 2 രീതിയിൽ ഡെഡ് ബോഡീസ് സൂക്ഷിച്ചു വെക്കുന്നുണ്ട്. ഇത് നോക്കിയേ, പ്ലാനിങ് പാരാമീറ്റേഴ്സ് ഓഫ് എ മോർച്ചറി. അപ്പൊ നമ്മള് ഒരു മോർച്ചറി കോംപ്ലക്സ് പണിയുമ്പോൾ എന്തൊക്കെ മാനദണ്ഡങ്ങളാണ്, പാരാമീറ്റേഴ്സ് ആണ് നമ്മൾ ചെയ്യുന്നത്, അത് പ്ലാൻ ചെയ്യുമ്പോൾ എന്തൊക്കെയാണ്? ഫസ്റ്റ് ലൊക്കേഷൻ ആണ്. ലൊക്കേഷൻ. The location should be in a
ഡ്യൂബിയസ് പ്ലേസ്. ആ രണ്ട് വേണ്ടല്ലോ, അതിൽ ഏതെങ്കിലും ഒരെണ്ണം മതി. ഡ്യൂബിയസ് ഓർ ഒബ്സ്ക്യൂർ, രണ്ടും ഒറ്റ മീനിങ് ആണ്, അവ്യക്തമായിട്ടുള്ള. ഒന്നില്ലെങ്കിൽ ഇൻ എ ഡ്യൂബിയസ് പ്ലേസ് എഴുതാം, അല്ലെങ്കിൽ ഇൻ ആൻ ഒബ്സ്ക്യൂർ പ്ലേസ് എഴുതാം. ഏതെങ്കിലും മതി, ഒരെണ്ണം മതി, രണ്ടും വേണ്ട. ഒരു അവ്യക്തമായിട്ടുള്ള സ്ഥലത്തായിരിക്കണം ഈ മോർച്ചറിയുടെ ലൊക്കേഷൻ. അണ്ടർലൈൻ ചെയ്തിട്ടോ കേട്ടോ. The location should be in a dubious place or in an obscure place. ഏതാ കുഴപ്പമില്ല, അൺക്ലിയർ ആയിട്ടുള്ള പ്ലേസിലായിരിക്കണം. അതായത് നമ്മൾ പറഞ്ഞല്ലോ, ഏറ്റവും ഫ്രണ്ടിലൊന്നും കൊണ്ടുവന്ന് മോർച്ചറി വിൽക്കാൻ പറ്റില്ല. In separate building to where the dead bodies can be reached in a non-disturbing way. കണ്ടോ, എന്ത് വേണം, നമ്മൾ പൊതുവഴിയിലൊന്നും കൊണ്ടുവന്ന് വെക്കരുത്. അത് വേറെ ആരെയും ഡിസ്റ്റർബ് ചെയ്യാത്ത രീതിയിൽ നോൺ ഡിസ്റ്റർബിംഗ് വേ, ആ ഒരു മാർഗത്തിലായിരിക്കണം ഈ നമ്മള് മോർച്ചറി വെക്കാനായിട്ട്. ഒരു സെപ്പറേറ്റ് ബിൽഡിങ് കൊടുക്കണം. ചിലത്തിലൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ, ചില ഹോസ്പിറ്റലൊക്കെ മോർച്ചറി എന്ന് പറഞ്ഞാൽ ഒരു സെപ്പറേറ്റ് ബിൽഡിംഗ് തന്നെയുണ്ട്, ഒരു വേറൊരു ബിൽഡിംഗ്, ഒതുങ്ങിയ സ്ഥലത്തുള്ള ബിൽഡിംഗ്. അല്ലെങ്കിൽ ചിലപ്പോൾ ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ തന്നെയാണെങ്കിലും നമ്മൾ ഇതെല്ലാം ഒരു കോർണറിലൊക്കെ ആയിട്ടായിരിക്കും സെറ്റ് ചെയ്യുന്നത്. ആ ഒരു സെക്ഷനിലേക്ക് പോകേണ്ടവർക്ക് മാത്രം മതിയല്ലോ. മോർച്ചറിയിലേക്ക് ഒന്ന് കോണ്ടാക്ട് ചെയ്യണം, അങ്ങോട്ട് പോണ ആൾക്കാർ മാത്രം അങ്ങോട്ട് പോയാൽ മതിയല്ലോ. ഓക്കെ, അപ്പൊ നമ്മള് നോൺ ഡിസ്റ്റർബിംഗ് വേ, അതായത് ആർക്കും ബുദ്ധിമുട്ട് ഉണ്ടാക്കാത്ത രീതിയിൽ നമ്മൾ ഒരു ഒതുങ്ങിയ സ്ഥലത്തായിരിക്കണം. ഒന്നില്ലെങ്കിൽ ഹോസ്പിറ്റലില് തന്നെയാണ്, ആ ഹോസ്പിറ്റൽ ഭാഗമാണെങ്കിൽ ഏതെങ്കിലും ഒരു കോർണറിലൊക്കെ സെറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു സെപ്പറേറ്റ് ബിൽഡിംഗ് കൊടുക്കാം. There should be easy access from, പിന്നെ അത് പറഞ്ഞിട്ടത് എന്താ, ഈസി ആക്സസ് ഫ്രം, വാർഡിൽ നിന്ന് പെട്ടെന്ന് എത്തിച്ചേരുന്നത്, അല്ലെങ്കിൽ ICU നിന്ന് പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന്, എമർജൻസി നിന്നൊക്കെ പെട്ടെന്ന് ഒരു എന്താ പറയാ എത്തിച്ചേരാൻ പറ്റുന്ന, അവിടെ നിന്നൊക്കെ പെട്ടെന്ന് പ്രവേശിക്കാവുന്ന ഒരു സ്ഥലവും കൂടി ആയിരിക്കണം. ഓക്കെ, എളുപ്പത്തിൽ ഇവിടെ നിന്നൊക്കെ പ്രവേശിക്കാൻ പറ്റുന്ന ഇതായിരിക്കണം മോർച്ചറി കോംപ്ലക്സ്. ആ ഒരു ഒന്ന് കണക്കിലെടുക്കേണ്ടതുണ്ട്. There should be easy access from wards, ICU, OT, operation theatre, emergency and pathology department. എപ്പോഴും എങ്ങനെയായിരിക്കണം, ഡ്യൂബിയസ് പ്ലേസ്. അതും ചോദിച്ചിട്ടുണ്ട് കേട്ടോ, അണ്ടർലൈൻ ചെയ്തിട്ടോ. The location should be in a dubious place, ഒരു അൺക്ലിയർ ആയിട്ടുള്ള, ഒരു അവ്യക്തമായിട്ടുള്ള സ്ഥലത്തായിരിക്കണം. ഇനി പിന്നെ നമ്മൾ ICU നിന്ന് വാർഡ്, ഓപ്പറേഷൻ തിയേറ്റർ, എമർജൻസി ആൻഡ് പാത്തോളജി ഡിപ്പാർട്ട്മെന്റ്, ഇതിൽ നിന്നൊക്കെ പെട്ടെന്ന് പ്രവേശിക്കാൻ പറ്റാവുന്ന സ്ഥലത്തായിരിക്കണം. പിന്നെ അടുത്തെന്ന് പറഞ്ഞ ഒരു സെപ്പറേറ്റ് ബിൽഡിങ്ങിലായിരിക്കണം. അല്ലെങ്കിൽ പിന്നെ അധികം നമ്മളെ എപ്പോഴും ആളുകൾ പാസ് ചെയ്യുന്ന ഒരു വഴിയിലൊന്നും കൊണ്ടുവന്ന് വെക്കാൻ പാടില്ല. നോൺ ഡിസ്റ്റർബിംഗ് വേ, ആർക്കും ഡിസ്റ്റർബൻസ് ഒന്നും ഉണ്ടാക്കാത്ത ഒരു ഒതുങ്ങിയ ഒരു സ്ഥലത്തായിരിക്കണം. കോമൺ ആയിട്ട് എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു പാസേജിലൊന്നും കൊണ്ടുവന്ന് വെക്കാൻ പാടില്ല. പിന്നെ നമ്മൾ പറഞ്ഞല്ലോ ഒരു കാര്യം കൂടി, ആംബുലൻസ് ഒക്കെ പെട്ടെന്ന് എത്തിച്ചേരാൻ പറ്റുന്ന ഒരു സ്ഥലത്തായിരിക്കണം. ഓക്കെ, ഇനി അടുത്ത നോക്കിയ സ്പേസ് റിക്വയർമെന്റ്. സ്പേസ് എങ്ങനെയാ, റിലേസ് ഓൺ ദ സൈസ് ആൻഡ് ടൈപ്പ് ഓഫ് ഹോസ്പിറ്റൽ ആൻഡ് ഓൺ ദ വർക്ക് ലോഡ്. അപ്പൊ എന്തിനാ സൈസ് എന്ന് പറഞ്ഞാൽ ഇത്ര സൈസ് കറക്റ്റ് അങ്ങനെ ഇല്ല, അത് ഹോസ്പിറ്റലിന്റെ വലിപ്പം അല്ലെങ്കിൽ ടൈപ്പ്, സൈസ് ആൻഡ് ടൈപ്പ് ഓഫ് ഹോസ്പിറ്റൽ, അതിനനുസരിച്ച് റിലേ ചെയ്യാന്ന് വെച്ചാൽ വ്യത്യാസപ്പെടാം. ഓക്കെ, മാറുക അല്ലെങ്കിൽ വ്യത്യാസപ്പെടാം. റിലേസ് ഓൺ ദ സൈസ് ആൻഡ് ടൈപ്പ് ഓഫ് ഹോസ്പിറ്റൽ ആൻഡ് ദ വർക്ക് ലോഡ്. വർക്ക് ലോഡ് അനുസരിച്ച്, ഹോസ്പിറ്റലിന്റെ വലിപ്പം അനുസരിച്ച്, ഹോസ്പിറ്റൽ ടൈപ്പ് ഒക്കെ അനുസരിച്ച് സൈസ് വ്യത്യാസപ്പെടാം എന്നാണ്. ഓക്കെ, കമ്മിറ്റി ഓൺ പ്ലാൻ പ്രോജക്ട്, COPP, Committee on Plan Project has recommended an area of, അവിടെ COPP റെക്കമെൻഡ് ചെയ്തേക്കുന്ന എന്തോരം വേണമെന്ന an area of 6 to 8 square feet, 6 മുതൽ 8 സ്ക്വയർ ഫീറ്റ് വരെ വേണം per bed as a ജനറൽ ഗൈഡ്ലൈൻ. അങ്ങനെ ശുപാർശ ചെയ്തിട്ടുണ്ടെന്ന്. കമ്മിറ്റി ഓൺ പ്ലാൻ പ്രോജക്ട് COPP, അതിന്റെ എക്സ്പാൻഡഡ് ഫോം അണ്ടർലൈൻ ചെയ്തിട്ടാ. COPP, Committee on Plan Project, COPP. അതിന് റെക്കമെൻഡ് ചെയ്തേക്കുന്നത് എന്താ, റെക്കമെൻഡ് ആൻ ഏരിയ ഓഫ് എത്ര വേണമെന്ന 6 to 8 സ്ക്വയർ ഫീറ്റ് പെർ ബെഡ്. 6 to 8 സ്ക്വയർ ഫീറ്റ് വേണമെന്ന് COPP ശുപാർശ ചെയ്തിട്ടുണ്ട്. ഓക്കെ,
ഇനി അതിനകത്ത് വരുന്നത് അടുത്തതാണ് ഫങ്ഷണൽ ഏരിയാസ്. ഇത് ചോദിക്കാറുണ്ട് കേട്ടോ. മോർച്ചറിയുടെ ഫങ്ഷണൽ ഏരിയ ഏതൊക്കെയാണെന്നുള്ളത്. പാർക്കിംഗ് വിത്ത് കവേർഡ് പോർട്ടിക്കോ ഒന്നാമത്തെ. രണ്ടാമത്തെ ഒരു റിസപ്ഷൻ വേണം. പിന്നെ അടുത്തത് മൂന്നാമത്തെ ട്രോളി ബേ. പിന്നെ അടുത്താണ് 4 വെയിറ്റിംഗ് ഏരിയ വേണം. 5 സ്റ്റോറേജ് ചേംബർ വേണം. ഡെഡ് ബോഡിയൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കണ്ടേ, അതിനുള്ള സ്റ്റോറേജ് ചേംബർ വേണം. പിന്നെ പോസ്റ്റ്മോർട്ടം റൂം വേണം. പോസ്റ്റ്മോർട്ടം ചെയ്യാൻ പ്രത്യേക റൂം വേണം. ഓഫീസ് റൂം ഫോർ റെക്കോർഡ് കീപ്പിംഗ് ആൻഡ് പ്രോസസിങ്. ഇവിടുത്തെ റെക്കോർഡുകളില്ലേ അതൊക്കെ സൂക്ഷിച്ചു വെക്കാനായിട്ട്, നടപടിക്രമങ്ങളൊക്കെ നോക്കാനായിട്ട് ഒരു ഓഫീസ് റൂം വേണം. പിന്നെ അടുത്ത ഡോക്ടറിന് ഇരിക്കാനുള്ള ഡോക്ടേഴ്സ് റൂം വേണം. പിന്നെ ഇതൊക്കെ സ്പിരിറ്റ് സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, നമ്മള് പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോഴും ബോഡിയൊക്കെ നമ്മൾ പ്രിസർവ് ചെയ്ത് വെക്കാനൊക്കെ വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ സൂക്ഷിച്ചു വെക്കും. എക്യുപ്മെന്റ്സുകള് സ്പിരിറ്റൊക്കെ സൂക്ഷിച്ചു വെക്കാനായിട്ട് സ്റ്റോർ റൂം വേണം. പിന്നെ അടുത്ത റൂം ഫോർ ടെക്നീഷ്യൻ ആൻഡ് അസിസ്റ്റന്റ്. ടെക്നീഷ്യന് അസിസ്റ്റന്റിനൊക്കെ ഉള്ളൊരു റൂം വേണം. പിന്നെ അടുത്തത് ചേഞ്ചിങ് റൂം വേണം. ഡ്രസ്സുകളൊക്കെ ചേഞ്ച് ചെയ്യണ്ടേ, അതിന് വേണ്ടിയിട്ടുള്ള ചേഞ്ചിങ് റൂം. പിന്നെ അടുത്ത ടോയ്ലറ്റ്. അപ്പൊ ഇത്രയും ഫങ്ഷൻ ഏരിയാസ് ഉണ്ട്. എത്ര ഉണ്ട്? 12 എണ്ണം ഉണ്ട്. ഇത് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. ഫങ്ഷണൽ ഏരിയാസിൽ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഏത് അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏതെന്ന് ചോദിക്കാം. മോർച്ചറിയുടെ ഫങ്ഷണൽ ഏരിയയിൽ വരണം. ഓക്കെ, അപ്പൊ 12 എണ്ണമുണ്ട്. ഡീറ്റെയിൽ നമുക്ക് നോക്കാം കേട്ടോ. ഒരെണ്ണം പറഞ്ഞു വെക്കാം. പാർക്കിംഗ് വിത്ത് കവേർഡ് പോർട്ടിക്കോ. പോർട്ടിക്കോ എന്ന് പറഞ്ഞാൽ എന്താ? പോർട്ടിക്കോ കേട്ടിട്ടുണ്ട് വേർഡ്? PORTICO. പോർട്ടിക്കോ. പോർട്ടിക്കോ കേട്ടിട്ടുണ്ടോ? എൻട്രൻസ്. പോർച്ച് അല്ലെങ്കിൽ എൻട്രൻസ്. നമ്മൾ ആ പ്രവേശനം ഇല്ലേ, എൻട്രൻസ് അല്ലെങ്കിൽ പോർച്ച് എന്നർത്ഥം. An adequate parking area with a covered area of about 18 meters square. അതിന്റെ ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേ എന്തോരം വേണം എന്നുള്ളത്. ആ ഒരു ഏരിയ. ഇപ്പൊ നമ്മുടെ എൻട്രൻസ് ഇപ്പൊ നേരെ ആ റൂമിൽ നിന്ന് നേരെ നമ്മള് എന്റെ ആംബുലൻസിലേക്ക് അല്ലല്ലോ. അപ്പൊ ആംബുലൻസിന് വന്ന് നിൽക്കാനൊക്കെ ഒരു പോർച്ച്, നമ്മുടെ കാറൊക്കെ വീട്ടിൽ നേരെ വന്ന് നിൽക്കുന്നത് ഒരു പോർച്ചില്ലേ, പോർച്ചിലല്ലേ നമ്മൾ കാറ് കൊണ്ടുവന്നിടണേ അല്ലെ? അതുപോലെ ആംബുലൻസിനൊക്കെ നമ്മൾ ആ മോർച്ചറി ആ ഒരു ബിൽഡിങ്ങിലേക്ക് അങ്ങോട്ട് വന്ന് നിൽക്കാനായിട്ട് എന്ത് വേണം? ഒരു പോർച്ച് വേണം. അത് പാർക്കിംഗ് ഏരിയ, അത് ആ ആംബുലൻസ് വന്ന് പാർക്ക് ചെയ്യാനുള്ള ഒരു പോർച്ച് വേണം. അതെങ്ങനെയായിരിക്കണം? കവേർഡ് ആയിരിക്കണം. കവർ ചെയ്തിരിക്കണം. തുറന്നു കിടക്കാൻ പാടില്ല. കവേർഡ് ആയിരിക്കണം. കവേർഡ് ഏരിയ ഓഫ് 18 മീറ്റർ സ്ക്വയർ. 8 മീറ്റർ സ്ക്വയർ ഉള്ള ഒരു പോർച്ച്, അത് കവർ ചെയ്തിരിക്കണം. For vehicles should be facilitated at the entrance to the body store in order to protect from wet weather and screen from adjacent area. കണ്ടോ? അത് എന്തിനു വേണ്ടിയിട്ട് കവർ ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞേക്കുന്നേ? ആ എൻട്രൻസ് അത് നമ്മളിപ്പോ ബോഡിയൊക്കെ നമ്മൾ ആംബുലൻസിലൊക്കെ കയറ്റൂല. അപ്പൊ മടിയൊക്കെ ആണെങ്കിലോ നനയൂല്ലേ? അപ്പൊ ഇതുപോലെ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്ന് പറഞ്ഞു. ഇപ്പൊ നമ്മള് ബോഡി ഇപ്പൊ നമ്മള് എന്താ മർഡറൊക്കെ ആയിട്ടൊക്കെയാണ് വരികയാണെങ്കിൽ അത് കേസ് ഉണ്ടാവും. അപ്പൊ അതിന് അവർക്കുടെ ബോഡിയിൽ നിന്ന് ഓരോ തെളിവുകളും ഒക്കെ എടുക്കാണ്ടാവും. അപ്പൊ നമ്മൾ വല്ല മഴയൊക്കെ നനഞ്ഞു കഴിഞ്ഞാലും ചില തെളിവുകളൊക്കെ ബോഡിയിൽ നിന്നൊക്കെ പോകാം. അപ്പൊ എന്ന് വെച്ചാൽ അത്രയും ശ്രദ്ധിച്ച് വേണം കൊണ്ടുവരാനായിട്ട്. അവിടെ കൊണ്ടുവന്ന് പോസ്റ്റ്മോർട്ടം ഒക്കെ ചെയ്യാനുള്ളതാണല്ലോ. അപ്പൊ അങ്ങനെ നമ്മൾ അത്രയും പ്രൊട്ടക്ട്, വെറ്റിൽ നിന്നോ വെതർ അതിൽ നിന്നൊക്കെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവിടെ ഇങ്ങനെ കവർ ചെയ്യുന്നത്. അഡ്ജോയിനിങ് ഏരിയ എന്ന് പറഞ്ഞാൽ തൊട്ടടുത്തുള്ള ഏരിയ ഇല്ലേ, അഡ്ജസന്റ് ഏരിയ. അതായത് നമ്മൾ അവിടെ ഒരു സ്ക്രീൻ കൊടുക്കണം, സ്ക്രീൻ ചെയ്യണം, ഒരു മറ വേണം. ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ തുറന്നു കിടക്കാൻ പാടില്ല എന്ന്. ഇപ്പൊ നമ്മൾ അതിൽ കൂടെ ആരെങ്കിലും പോകുകയൊക്കെ ആണെങ്കിൽ ഡെഡ് ബോഡി കാണുക എന്ന് പറഞ്ഞൊരു നെഗറ്റീവ് ഒരു ഇതാണല്ലോ. അപ്പൊ അതുകൊണ്ട് ഇരിക്കരുത് അല്ലേ. മെയിൻ എൻട്രൻസ് എന്ന് പറഞ്ഞ് ഇതിനകത്ത് പറയുന്നത് നമ്മുടെ എന്താ, ഇപ്പൊ നമ്മുടെ വീട്ടില് പോർച്ചില്ലേ അതുപോലെ തന്നെ. അപ്പൊ ആ മോർച്ചറി കോംപ്ലക്സ് ഇല്ലേ, ആ മോർച്ചറി ബിൽഡിങ്, അതില് നേരെ ആംബുലൻസിൽ വന്ന് നിൽക്കാൻ പറ്റുന്ന ഒരു എൻട്രൻസ്, ഒരു പോർച്ച് വേണം.
അത് കവേർഡ് ആയിരിക്കണം എന്ന് പറഞ്ഞാൽ ബോഡി ഇങ്ങനെ മഴയോ ഒക്കെ ആണെങ്കിൽ മഴയൊന്നും നനയാൻ പാടില്ല. അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ട് അതിന് ആ ബോഡിക്ക്. അപ്പൊ അങ്ങനെ സംരക്ഷിക്കാനും പിന്നെ അതിനകത്ത് പറഞ്ഞേക്കുന്നത് അഡ്ജോയിനിങ് ഏരിയ, അത് തൊട്ടടുത്തുള്ള ഏരിയ ഇല്ല, അഡ്ജസ്റ്റന്റ് ഏരിയ, അവിടെ സ്ക്രീനിങ് കൊടുക്കണമെന്ന്. എന്നിട്ട് അത് നോക്കി ഏരിയ വിത്ത് എക്സിറ്റ്, പുറത്തേക്ക് ഒരു എക്സിറ്റ് വേണം അവിടെ നിന്ന്. ടു സെക്കൻഡറി റോഡ് പാർക്കിംഗ് ഏരിയ, അതിലേക്ക് ഒരു എക്സിറ്റ് വേണം. അതായത് നമ്മുടെ ഏരിയ ഓപ്പൺ ആയിട്ട് ഈ ഡെഡ് ബോഡി ഇങ്ങനെ കൊണ്ടുപോകാൻ പാടില്ല. ഓക്കെ, അപ്പൊ അത് 18 മീറ്റർ സ്ക്വയർ വിസ്താരമുള്ള ഒരു കവേർഡ് ഏരിയ വേണം. മനസ്സിലാവുണ്ടോ? ഇത് ബോഡീനെ വെറ്റ് അല്ലെങ്കിൽ വെതർ ഇതിൽ നിന്നൊക്കെ സംരക്ഷിക്കണം. പിന്നെ അടുത്തുള്ള പ്രദേശം അഡ്ജോയിനിങ് ഏരിയയിലേക്ക് നമ്മൾ എന്താ ഒരു സ്ക്രീനിങ് കൊടുക്കണം. അതായത് നമ്മൾ എന്നിട്ട് അവിടെ നിന്ന് എന്ത് വേണം, ഒരു എക്സിറ്റ് വേണം. സെക്കൻഡറി റോഡ് അല്ലെങ്കിൽ പാർക്കിംഗ് ഏരിയയിലേക്ക് ഉള്ളത് സബ്സിഡറി റോഡ് അടുത്തത് മെയിൻ കഴിഞ്ഞിട്ട് അടുത്ത ഇതിലേക്ക് പ്രവേശിക്കുമ്പോൾ അവിടെ ഒരു സ്ക്രീനിങ്, ഒരു മറ പോലെ അതും വേണം എന്നാ പറഞ്ഞേക്കുന്നത്. ഓക്കെ, ഇതാണ് പാർക്കിംഗ് വിത്ത് കവേർഡ് പോർട്ടിക്കോ. പോർട്ടിക്കോ എന്ന് പറഞ്ഞാൽ പോർച്ച് അല്ലെങ്കിൽ എൻട്രൻസ് എന്നുള്ള ഒരു മീനിങ് ആണ് കേട്ടോ. ബാക്കിയത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, ഫങ്ഷണൽ ഏരിയ ഒന്നുകൂടി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളൊന്ന് വായിച്ചു വെക്കുക കേട്ടോ. ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം.